All right. Thank you so much for joining. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം സൺഡേ മോർണിംഗിൽ സെഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ 7:30 സെഷൻ ഉണ്ടായിരുന്നു. ആരൊക്കെ പങ്കെടുക്കാൻ പറ്റി? പങ്കെടുക്കാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. മീ എന്ന് കമന്റ് ചെയ്യുക. പങ്കെടുത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഇന്നലെ സൺഡേയിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ സെഷൻ ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? ഇറ്റ്സ് മീ ദ റിയൽ മീ. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ സെഷൻ. ഓക്കെ, കുറെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പങ്കെടുത്ത ആൾക്കാർ മീ എന്ന് കമന്റ് ചെയ്യുക. ഓൾ റൈറ്റ്. ഓക്കെ, ശരി. ഷബീഹ, ഓക്കെ. അസ്മ, ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, പരമാവധി ആൾക്കാരെന്ന് വെച്ചാൽ വീഡിയോയിൽ വരിക കേട്ടോ. ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, ഇന്ന് നിങ്ങൾ എത്ര മണിക്ക് എണീറ്റാവോ? വെൻ ഡിഡ് യു വേക്ക് അപ്പ്? ബിന്ദു മാം പറയുന്ന അടിപൊളിയായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ ഇൻട്രസ്റ്റിംഗ് സെഷൻ. ഓക്കെ, വെരി ഗുഡ്. 4:20 and 3:55. 3:55. Okay, Sabiha. 4:20, 4:45. ഓക്കെ, 5 o'clock. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ 4:20 കഴിഞ്ഞ് 4:30 അല്ലെങ്കിൽ 4:20 എണീറ്റിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും നേരത്തെ എണീറ്റിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥിക്കും. ഓക്കെ, പിന്നെ വേറെ 3:45 ആവിത. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഫ്രഷ് അപ്പ് ആൻഡ് പ്രെയർ ആൻഡ് ഹീലിംഗ്. ഓക്കെ, സെലീന പറയുന്നു ഫ്രഷ് അപ്പ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ദെൻ ഹീലിംഗ് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു ഡു? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, പ്രെയർ ഉണ്ട്, ടാപ്പിംഗ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ടാപ്പിംഗ്. ഓക്കെ, ഓൾ റൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് ഓക്കെ, പ്രാർത്ഥനയാണ് മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്നത്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എങ്ങനെ ഉണ്ടായിരുന്നു സെലീന കഴിഞ്ഞ ദിവസത്തെ സെഷൻ? നമ്മുടെ ഷിഫിൽ ചെയ്തിരുന്ന സെഷൻ പങ്കെടുത്തിരുന്നോ? മോർണിംഗിലുള്ള സെഷൻ പങ്കെടുത്തിരുന്നോ? ഓക്കെ, മോർണിംഗ് സെഷൻ പങ്കെടുത്തിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. യെസ്, റിയലി ഇൻസ്പയർഡ്. വീണ്ടും പഴയ ട്രാക്കിലേക്ക് തന്നെ വന്നോ? അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാവോ? ക്യാൻ യു ജസ്റ്റ് ടോക്ക് ടു മീ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഷിഫിന്റെ അന്നത്തെ പരിപാടി ശരിക്കും എത്ര 1.25 മണി, അതിലെത്രയും സമയം എനിക്ക് തോന്നുന്നു തീരുന്നില്ലായിരുന്നു. ലാസ്റ്റ് 2 അവസാനം മണിക്കൂർ. അതെ, 2 മണിക്കൂർ. അത്രയ്ക്കും നല്ല ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം ആയിരുന്നു. അത്രയും നല്ല സക്സസ് ആവും വിചാരിച്ചില്ല, കാരണം ഫസ്റ്റ് തുടങ്ങിയ പ്രോഗ്രാം അല്ലായിരുന്നു. അതെ, പക്ഷെ ആ സമയത്ത് എല്ലാരും ഞായറാഴ്ചയാണ്, തിരക്കുള്ള ദിവസമാണ്, എന്നിട്ട് പോലും അത്രയും 100-ലധികം പേര് അത്രയും സമയം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മുമ്പോട്ട് പോയത്. ചർച്ചയും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷിഫിൽ ഒരു എന്താ പറയാ ലീഡറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആയി ഷിഫിൽ. നമ്മളെല്ലാവർക്കും ഇതേപോലെ ഹീറോ ആവാനും ഹീറോയിൻ ആവാനും ഒക്കെ അവസരമുണ്ട്. നെക്സ്റ്റ് സൺഡേയിൽ, നെക്സ്റ്റ് വീക്കിൽ ആരെങ്കിലും ഇതേപോലെ നമ്മളെന്ന് വെച്ചാൽ കൊണ്ടുവരും. ഇതേപോലെ ആർക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാം, മുന്നോട്ട് വരാം നിങ്ങളുടെ ജേർണി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ഷിഫിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ള ഒരു ഹോപ്പ് ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? എന്താണ് പ്രതീക്ഷ? ആ പ്രതീക്ഷയാണ് ഇനി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതുവരെ നല്ലൊരു ചില ആൾക്കാർക്ക് ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നു, ആ കണക്ഷൻ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. ഷഹീല നസ്രീൻ ഇന്നലത്തെ മോർണിംഗ് സെഷനിൽ പങ്കെടുത്തിരുന്നോ? യെസ്, സലീന പറഞ്ഞോളൂ. ആർക്കും പറയാം. ആരാദ്യം പറയുന്നത്? ഹലോ സർ. അത് ചെറിയൊരു കണക്ഷൻ പോയിട്ടുണ്ടായിരുന്നു, അതില് ഭയങ്കര അസ്വസ്ഥത വന്നിരുന്നു. പിന്നെ ഫോളോ അപ്പിൽ അത് തിരിച്ചു പിടിച്ചു. പിന്നെ സാറ് പറഞ്ഞല്ലോ എന്തെങ്കിലും സംഭവിച്ചാലും ബാക്ക് ടു റൂട്ട്, അതിലാണ് ഇപ്പൊ നിക്കുന്നത്. ചെറിയൊരു വിജയം വന്നപ്പോഴത്തേക്ക് സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നോ? യെസ്, ഞാനത് ഫുൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഷിഫിൽ സാറിന്റെ എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് കൊണ്ടാണ് അദ്ദേഹം അത്രയും എത്തിയെന്നുള്ളത് മനസ്സിലായി. അദ്ദേഹം അങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അത് പല ടൈപ്പില് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്.
ഉം. അപ്പൊ ഞാൻ പക്ഷെ ട്രാക്കിൽ നന്നായിട്ട് മാറുമ്പോഴത്തേക്ക് അത് മനസ്സിലാവുന്നുണ്ട്, മാറിയിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, വീണ്ടും ആ ഫോളോ അപ്പിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അന്നത്തെ ഒരു ടാപ്പിങ്ങില് നമ്മളത് തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് സർ. വെരി ഗുഡ്. സി, ഇനി ആരെങ്കിലും ഇന്നലെ സൺഡേയിൽ നടന്നിട്ടുള്ള 7:30 രാവിലെ 7:30 മുതൽ ഏകദേശം ഒരു 10 മണി വരെയുള്ള സമയം, 9:30 വരെയുള്ള സമയം വരെയുള്ള സമയത്തിന് 2 മണിക്കൂറോളം നീണ്ടു നിന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം, സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മളുടെ കോഴ്സിൽ നമ്മുടെ മോർണിംഗ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുകയും പിന്നെ കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരാൾ അയാളുടെ ലൈഫിൽ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അയാളുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ടെക്നിക്സുകൾ, സീക്രട്സുകളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വൺ, വെരി പവർഫുൾ വൺ. ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നലെ അത് നടന്നിരുന്നു. അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൽ വിട്ടിരുന്നു. അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഷാഫി ഇൻസ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ തന്നെ കിട്ടും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതൊന്ന് കാണുക കേട്ടോ. പറ്റാത്തവരൊക്കെ എന്ത് ചെയ്യാൻ കാണുക, കണ്ടിട്ട് എന്തെങ്കിലും വെച്ചാൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മറ്റുള്ളവരോട് ഇനി ഇന്നലെ അറ്റൻഡ് ചെയ്തിരുന്ന ചില ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇതുവരെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ, ലൈക്ക് ഷഹീല നസ്രീൻ ഒന്ന് പറയാവോ? ഒന്ന് വീഡിയോയിൽ വരിക പ്ലീസ്, അൺമ്യൂട്ട് ചെയ്യാവോ? യെസ്, ഹലോ നസ്രീൻ. ഓക്കെ, അപ്പൊ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഹായ്, ഓക്കെ, ഷഹീല നസ്രീൻ ഒന്ന് പറയാവോ ഇന്നലത്തെ പ്രോഗ്രാമിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ? ലൈക്ക് നസ്രീൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പം പ്രോഗ്രാം ചെയ്തിട്ടില്ല. എവിടെ സ്ഥലം നസ്രീൻ? കേൾക്കുന്നില്ല നസ്രീൻ, എന്താണ് കേൾക്കാത്തത്? കേൾക്കുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ച് പിടിച്ച് സൗണ്ട് ഒന്ന് കൂട്ടാം. ഹലോ ഹലോ, ഇല്ല, കേൾക്കുന്നില്ല. ഇന്നലെ പ്രോഗ്രാം ഓക്കെ, നിങ്ങളൊന്ന് എക്സിറ്റ് ആയിട്ട് എൻ്റർ ചെയ്തോളൂ, ചിലപ്പം റെഡി ആവുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് എന്തോ സംഭവിച്ചത്, നിങ്ങൾക്ക് കോൾ വന്നതോ എന്തോ ആണ്. കോൾ വന്നതാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡിസ്കണക്റ്റഡ് ആയതാണ് എങ്കിൽ ആ മൈക്ക് ഒന്നുകൂടെ, മൈക്കിൻ്റെ ബട്ടൺ അല്ല, വോയിസിൻ്റെ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യണം, മൈക്കിൻ്റെ ബട്ടൺ. ഓക്കെ, ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നിരുന്നു അല്ലേ? എന്തായിരുന്നു ഡിസൈൻ ചെയ്യാൻ തന്നിരുന്നത്? നമ്മുടെ സ്ഥിരം ആള് പറയാം. ആരാ സ്ഥിരം ആള്? ഇപ്പൊ ചിരിക്കും ആൾ തന്നെ. യെസ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. യെസ്, ഓരോരുത്തരെയും എനർജറ്റിക് ആക്കുന്ന ആ മൂവ്മെന്റ് എന്താണെന്ന്, എല്ലാവരുടെ ലൈഫിലും ഉള്ള എന്തെങ്കിലും നമ്മളെ എനർജറ്റിക് ആക്കി എടുക്കുന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ, അതെന്താണ്? ആ ഇമോഷൻസ് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു പ്രത്യേക കോമ്പിനേഷൻ ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഡിസൈൻ ചെയ്യണം അല്ലേ? അതെ അതെ ഡിസൈൻ ചെയ്തോ? അതെ, ചെയ്തു. എന്നിട്ട് പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് ചെയ്തു. മാറ്റമുണ്ടോ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. മാറ്റമുണ്ട്. ഓക്കെ, എന്താണ് അതിൽ മൂവ്മെന്റിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ എലമെന്റ് ഒന്ന് പറഞ്ഞേ. ആദ്യം റീ അറേഞ്ച് ചെയ്തു റൂമൊക്കെ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇങ്ങനെ ബ്രീതിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറച്ച് എനർജറ്റിക് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്ട്രാക്ട് ആയി പോകുന്ന സമയത്ത് അത് കുറച്ചും കൂടി അത് ആകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് റീക്യാച്ച് ചെയ്തു. അപ്പം ഇംപ്രൂവ് ആകുന്നുണ്ട്. പിന്നെ പുറത്ത് ജസ്റ്റ് ഒരു 10 minutes വാക്കിംഗ്, അതും നല്ലതാണ്. വ്യത്യാസം തോന്നുന്നുണ്ട്. നമ്മുടെ എനർജി മൊത്തം, മൂഡ് മൊത്തം ചേഞ്ച് ആയ പോലെ ഒരു ഫീല് വരുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂ വർക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ 10 minutes ബ്രേക്ക് എടുക്കുമ്പോഴും നമുക്ക് പഴയ എനർജിയിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. 45 minutes വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ടേക്ക് എ ബ്രേക്ക്.
ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. അതെ അതെ 45 മിനിറ്റ്സിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സിന്റെ ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ റീസ്റ്റാർട്ട് ഇരിക്കാൻ പറ്റും. ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു എനർജി തിരിച്ചു കിട്ടുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ നൗ യു നോ ഹൗ യു ക്യാൻ, എന്താ പറയുക, എങ്ങനെ കറക്റ്റായിട്ട് തിരിച്ചു പിടിക്കാം എന്നുള്ളത് ഇപ്പം മനസ്സിലായി. Am I right? Now you know you യെസ്, have അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നല്ലതായിട്ട്. ഒരു എനർജി ബൂസ്റ്റിംഗ് പ്ലാൻ ആയി. ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ നിമി അല്ലേ പേര്? നിമി സോ നിമി നിമി. നിമി നാട്ടിലെവിടെ? നാട്ടില് എന്റെ നാട് ചാലക്കുടിയാണ്. ഉം. ഹസ്ബൻഡ് കൊച്ചിയിലാണ്. പക്ഷെ കൊച്ചിയിലല്ല ഞങ്ങൾ സെറ്റിൽ ആയിരിക്കണം, ബോംബെയിലാണ്. വർഷത്തിൽ 2 പ്രാവശ്യം, ഉം. 2 വർഷത്തിൽ 1 പ്രാവശ്യമൊക്കെ ഇങ്ങനെ നാട്ടിൽ വരാറുള്ളൂ. ഓക്കെ. ഇപ്പൊ അവിടുന്ന് ഇപ്പൊ കാനഡ. ഇനിയിപ്പോ ഞാൻ കാനഡയിലായതുകൊണ്ട് ഇനിയിപ്പോ അതെ. ഓക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാ ദിവസവും ഷാഫിൻ സ്പേസിലുമാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഏ എല്ലാ ദിവസവും നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. യെസ്. അതെ. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ ഇനി ഞാനിപ്പോ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിമിക്കിപ്പോ നിമ്മിയുടെ ഒരു പ്ലാൻ കിട്ടി. എന്തെല്ലാം പ്ലാൻ കിട്ടി? നമ്മുടെ ഈ ഒരു 3-4 ദിവസത്തെ സെഷനിൽ ഇരുന്നപ്പം കുറെ പ്ലാൻ ആയില്ലേ? ഇവിടെ അതെ. ക്ലാരിറ്റി അല്ലേ? കുറെ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി. ഒരു ക്ലാരിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാനിരിക്കണം, ഒരുങ്ങണം, റൂം ഒരുക്കേണ്ട അത് പ്രാധാന്യം മനസ്സിലായി. അത് ആ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്നത്, അതാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? റൂം ഓർഗനൈസ് ചെയ്തപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? നല്ല ഹാപ്പി ആയിരുന്നു. നമ്മള് വിചാരിച്ചതിലും കൂടുതൽ പഠിക്കാനായിട്ട് കവർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഹാപ്പിനെസ് തോന്നി. എന്ന് വെച്ചാല് വിചാരിച്ചില്ല ഇത്രയും ഇന്ന് എനിക്ക് 2 ദിവസം ഓഫ് ആയിരുന്നു. സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് വീക്കെൻഡ് ഓഫ് ആണ്. അപ്പം മാക്സിമം അന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയി പോകാറാണ് പതിവ്. സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതങ്ങ് എൻഡായി തീരും. പക്ഷെ ഇന്നലെ ഇങ്ങനെ പർപ്പസ്ലി പ്ലാൻ ചെയ്തിട്ട് ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും റീഓർഗനൈസ് ഒക്കെ ചെയ്തപ്പോഴത്തേനും വിചാരിച്ചാലും കൂടുതൽ കവർ ആയിട്ടുണ്ട്. അപ്പൊ ഒരു ഹാപ്പിനെസ് ആയിരുന്നു, നല്ല ഹാപ്പിനെസ് തോന്നി. ഓർഗനൈസ് ചെയ്തു എന്ന് പറഞ്ഞു, അതെന്താ ചെയ്തത്? മൊത്തത്തിൽ റൂം ഒന്ന് റീഓർഗനൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. ക്ലോത്ത്സ് എല്ലാം വെക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തു. ബുക്സ് ഒക്കെ കുറച്ചും കൂടി കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചു. പിന്നെ പ്രയർ ടേബിൾ എല്ലാം സെറ്റ് ചെയ്തു. അപ്പം കുറച്ച് ചേഞ്ചസ് തോന്നി. ഒരു ന്യൂ സ്റ്റാർട്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സംടൈംസ് വി നീഡ് ദാറ്റ്. നമ്മുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വി നീഡ് ടു ബ്രിങ് ന്യൂനെസ്, എക്സൈറ്റ്മെന്റ്. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് വരും. വിൽ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ന്യൂ വൺ. ഓക്കെ. നിങ്ങൾ ഇത് മാരേജിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സെയിം ബെഡ്റൂമിൽ, ബെഡ് സെയിം രീതിയിൽ വർഷങ്ങളായിട്ടുണ്ടാവും, സെയിം ബെഡ്ഷീറ്റ്, സെയിം, എന്താ പറയുക. അപ്പോൾ അതിൽ ചെറിയ ചേഞ്ചസ് നിങ്ങൾ ഇടയ്ക്കൊന്ന് വരുത്തി കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് പോസിറ്റീവ് ആൻഡ് ഇൻസ്പയറിങ്. നമ്മുടെ എൻവയോൺമെന്റ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, ഇൻസ്പയറിങ് ആയിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അടുക്കും ചിട്ടി ഒരു ഓർഗനൈസ്ഡ് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയി, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. വി ഫീൽ വി ആർ ഇൻ കൺട്രോൾ. നമ്മൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ചെയ്യും നമുക്ക്. കാരണം നമ്മളാണല്ലോ അതൊക്കെ ചെയ്ത് കറക്റ്റാക്കി വെച്ചത്. അങ്ങനെ ഒരു സാധനം അത് നമ്മൾ ഇൻസ്പയർ ചെയ്യും. സോ എനിക്ക് അത് ഹെൽപ്പ് ചെയ്തു. രണ്ടാമത് ഇതേപോലെ ബ്രേക്ക് എടുക്കും, ഒരു 45 മിനിറ്റ്സ് ഇരിക്കുന്നു. എന്നിട്ട് അപ്പോൾ ഈ നമ്മുടെ ബ്രെയിൻ പ്രത്യേകത ഉണ്ട്, കോംപ്രഹെൻഷൻ കപ്പാസിറ്റി പറയുന്ന സാധനമുണ്ട്. നമുക്ക് ഒരു സാധനം കോംപ്രഹെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഒരു പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അത് കയറും, പക്ഷെ അതിൻ്റെ എഫക്റ്റീവ്നെസ് പോകും. ഇപ്പോൾ നിങ്ങൾ ഒരു 45 മിനിറ്റ്സോ അല്ലെങ്കിൽ 35 to 45 മിനിറ്റ്സ് ആവുമ്പോഴേക്കും നിങ്ങളൊരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ്? നിങ്ങൾ സെയിം പാറ്റേണിൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് സെയിം പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബ്രെയിൻ്റെ ആ ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം ടയേർഡാവും അല്ലേ? ആ മസിൽ ടയേർഡാവില്ലേ? നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുക, നിങ്ങളുടെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം, വലിയൊരു 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറഞ്ഞു. നിങ്ങളൊരു കുറേ നേരം പിടിച്ച് നിന്ന അവസാനം എന്താ കൈ ടയേർഡാവും അല്ലേ? പക്ഷെ നിങ്ങൾ ബ്രേക്ക് എടുത്തു, വീണ്ടും പിടിച്ചു, അത്ര ടയേർഡ് ഉണ്ടാവും. ടയേർഡാകുന്ന സമയമാകുമ്പോഴേക്കും വീണ്ടും പിടിച്ചു. ഈ പഠനത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും 10 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. ഇതൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത്, എക്സാമിന് പഠിച്ചിരുന്ന സമയത്ത് അപ്ലൈ ചെയ്തിരുന്നു ഈ മെത്തേഡ്സ് ഒക്കെ. അന്ന് ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മൾ ചെയ്തവർക്ക് അറിയാം കേട്ടോ, ചെയ്യാതെ എനിക്കറിയില്ല, പഠിച്ചവർക്കൊക്കെ അറിയാം. അപ്പോൾ അപ്പൊ അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് വീണ്ടും നമ്മുടെ ബ്രെയിൻ്റെ ആ പാർട്ട് റീജുവിനേറ്റ് ചെയ്യും, ഫ്രഷ് സ്റ്റാർട്ട്. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടി ഇതുമായിട്ട് ഒരു യാതൊരു ബന്ധമില്ലാത്ത എന്നാൽ ഫിസിക്കലി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉള്ള കാര്യം ചെയ്യാം. അതൊരു വേറെ ടാസ്ക്, വലിയൊരു ടാസ്കിലേക്ക് പോകാൻ. ബട്ട് ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ ഫീൽ ലൈക്ക് യു ഡു ഇറ്റ് ബിക്കോസ് യു നീഡ് എ ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള പർപ്പസോട് കൂടി, ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ട് ടേക്ക് എ ബ്രേക്ക്. അത് ലൈക്ക് വാക്ക് ഇൻ ദ നേച്ചർ, കുറച്ച് നേരം പ്രകൃതി, കുറച്ച് നേരം പുറത്തുനിന്ന് ഇറങ്ങി ഒന്ന് നടക്കുക, ഒന്ന് നടന്നു വരിക, മൈൻഡിലേക്ക് വീണ്ടും തിരിച്ചു കൊടുക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോകാം. സോഷ്യൽ മീഡിയ ഇസ് വെരി ഡേഞ്ചറസ്. ഡോണ്ട് ഗോ ടു സോഷ്യൽ മീഡിയ ബിക്കോസ് വൺസ് യു സ്ക്രോൾ റീൽസ് ഓർ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് കണ്ട അടുത്ത് അറിയാതെ കാണും എന്നുള്ളതാണ്. ഈ സ്ക്രോൾ അത് ആ ലെവലിൽ ഡിസൈൻ ചെയ്ത് അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്ത്. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, ഡോണ്ട് ഡു ദാറ്റ്. അതല്ലാതെ അതല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റ് വരുന്ന ചില ബ്രേക്ക്, 4 പുഷപ്പ് എടുക്കാം, അതായിരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് നടന്നു വരുന്നതായിരിക്കാം. ഡു സംതിങ് മൂവ്മെന്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക്, ദെൻ ഡു ഇറ്റ് അഗെയിൻ. വാട്ട് ഹാപ്പൻസ്, എനർജി കിട്ടി, തിരിച്ചു വന്നു, നിങ്ങൾ വീണ്ടും നല്ലതിലേക്ക് വന്നു. സോ ദാറ്റ് ഈസ് ദ മെത്തേഡ് യു ഹാവ് യൂസ്. ബ്രീത്തിങ്, വേറെ ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിച്ചു, നടക്കുന്നത് ഉപയോഗിച്ചു. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി, നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഫീലിങ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി, ആ ഒരു എനർജി ഫുൾ എക്സൈറ്റ്മെന്റിൽ ആ ഒരു രീതിയിലേക്ക് മാറിയോ, ഇരിക്കുന്ന ഇരുത്തത്തിൽ മാറ്റം വന്നോ, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹൗ ഡു യു, ഈസ് ദർ എനി ഡിഫറൻസസ് ദാറ്റ് യു മെയ്ഡ്, അങ്ങനെ എന്തെങ്കിലും വരുത്തിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശരി, ഓക്കെ, ഫൈൻ. അത് നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കാം, കംഫർട്ടബിൾ ആയിരിക്കും, യു ആർ ഓൾറെഡി ഇൻ എ ബെറ്റർ പൊസിഷൻ. അതെ അതെ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എനിബഡി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും പുതിയത് ഡിസൈൻ ചെയ്തോ? ഇവിടെ ഒരുപാട് പേരുണ്ട്, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഗുരു ഒരു കാര്യം ചോദിക്കുമ്പോൾ ഗുരുവിന് തിരിച്ചും എന്ത് ചെയ്യുക, അതിന്റെ റിസൾട്ട് കൊടുക്കുക, അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. സോ വാട്ട് ഡിഡ് യു ചേഞ്ച്? എന്താണ് മൂവ്മെന്റ് ചേഞ്ചസ്? ഇന്നലത്തെ എക്സസൈസ് പ്രകാരം ആരാ എന്തൊക്കെ ഡിസൈൻ? നിമ്മി ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതുപോലെ ഇനി ആരാ ഉള്ളത്? ഫസ്റ്റ് ഡൺ ദ വർക്ക്. ആരാ ചെയ്തിട്ടുള്ളത്? ആരെങ്കിലും ഒരാളും ചെയ്തിട്ടില്ല? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തോടു കൂടി ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ച് പോവാം. ഇത് ഓൾറെഡി ചെയ്തതാണ് സർ. ഓക്കെ, സുജീറ പറഞ്ഞു. ക്ലീനിങ് ചെയ്യാറുണ്ട് ഡെയിലി. പിന്നെ ചേഞ്ചസ്. നോ, എനിക്ക് വേണ്ടത് ഇന്നലെ ഡിസൈൻ ചെയ്ത പ്ലാൻ. വേറെ കഥകളൊന്നും കേൾക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി അതർ സ്റ്റോറി. വാട്ട് ഡിഡ് യു മെയ്ഡ്? വാട്ട് ഇസ് ദ ഇന്നലെ തന്ന എക്സസൈസ് പ്രകാരം എന്ത് ചെയ്തു? ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ കേട്ടോ, ആരാണെങ്കിലും. സുജീറ അൺമ്യൂട്ട് ചെയ്യും. ഐ ക്യാൻ ഡു ദാറ്റ്. അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നു. എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മടിയുള്ളതിനൊക്കെ എനിക്ക് കഴിയും എന്നുള്ള മെസ്സേജ് നല്ലോണം കൊടുത്തോണ്ടിരുന്നിട്ട് ഞാൻ അതിലേക്ക് മുന്നേറാൻ തുടങ്ങി. പിന്നെ വേറെന്താ ചെയ്തേ? അതേ അടുത്ത് ഓക്കെ, നിങ്ങളിപ്പോ ഈ ഏറ്റവും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചെറിയൊരു ടാസ്ക് തന്നപ്പോ, അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്ക് തന്നപ്പോ നിങ്ങൾ ആരും ചെയ്യുന്നില്ല. ഇതാണ് എനിക്ക് മനസ്സിലായി. ഹലോ സർ. പറഞ്ഞോളൂ. ഞാനൊരു രസകരമായ കാര്യം പറയാ എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. കാരണം ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളത്, ഞാൻ ഇന്നലെ ഒരു പൊറോട്ട മേക്ക് ചെയ്തു, അത്രമാത്രം പറയാ. ഇന്നലെ ഒരു പൊറോട്ട മേക്ക് ചെയ്തു. പക്ഷെ എനിക്ക് ചോദ്യം എന്റെ എക്സസൈസ് ഇതല്ല. ദാറ്റ് ഇസ് നോട്ട് മൈ അല്ല ക്വസ്റ്റ്യൻ. സർ, മറ്റുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ നടക്കാറുണ്ട്. രാവിലെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ 5 മണിക്ക് 12 മണിക്കേ ഉറങ്ങാറുള്ളൂ. കാരണം ഹസ്ബൻഡ് അങ്ങനെയാണ്, 12 മണിക്ക് ഉറങ്ങും. അപ്പൊ 12 മണിക്ക് ഉറങ്ങിയാൽ ഞാൻ മാക്സിമം 5 മണിക്ക് 5:55 അല്ല 4:55 എണീക്കാറുണ്ട്. എണീറ്റ് എന്റെ ഡെയിലി എക്സസൈസ് പോലെ തന്നെ കുറച്ച് നടക്കും, കുറച്ച് സൂര്യ നമസ്കാരം ചെയ്യും. അങ്ങനെ തന്നെ എന്റെ ഡെയിലി ലൈഫ് കൊണ്ടുപോകുന്നത്. ഇന്നലെ ഇത് പറഞ്ഞ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഈ പൊറോട്ട എന്നുള്ള കാര്യം മറന്നു വെച്ചിരിക്കുന്ന പോലെ, എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഇന്നലെ ഞാനത് ഐ ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞത് വൃത്തിയായി ചെയ്തു. അത് എന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ചു. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എന്റെ ചോദ്യം ഇതല്ല. മൈ ക്വസ്റ്റ്യൻ ഈസ് ടോട്ടലി ഡിഫറെന്റ്.
എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആ പിന്നെ നിങ്ങൾ സർ നിങ്ങളെ ഇന്ന് അറിവാക്കാൻ വേണ്ടി അല്ലല്ല, 1 മിനിറ്റ് ഇനി സജീറയ്ക്ക് അവസരമില്ല. യു ഡോണ്ട് ഹാവ് എനി ഓപ്പർച്യൂണിറ്റി. ഓക്കെ, വാട്ട് ഐ വാണ്ട് ഇസ് ലൈക്ക് എനിക്ക് വേണ്ടത് ഒരു ഡിസൈൻ. ഇന്നലെ നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്തു? നിങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈകൾ കൂട്ടി ചിരുമുക നന്നായിട്ട് എന്താ വെച്ചാൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഫൈൻ. ഹലോ സർ, ഒരു ട്രൂ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു 1 ഇയർക്കുള്ള നോ ഇതൊന്നും അല്ല, ടു ഡു ലിസ്റ്റ് അല്ല. ടൈമിംഗ് ഐ നീഡ് മൂവ്മെന്റ്. ടൈമിംഗ് സെറ്റ് ചെയ്തു. നോ ഐ വാണ്ട് എ ന്യൂ മൂവ്മെന്റ്. എന്താ ഡിസൈൻ ചെയ്തത്? Sir, ഇമോഷൻ. sir, ഇന്ന് കാലത്ത് overthinking. എനർജി കിട്ടാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സാർ അത് വേണ്ടിയിട്ട് നമ്മൾ കൈകൾ കൊണ്ട് അങ്ങനെ നമ്മൾ നോ 1 മിനിറ്റ്. നിങ്ങൾ ഫിക്സ് ചെയ്ത് ഡിസൈൻ ചെയ്ത് മാത്രം പറയാം, അതല്ലാത്ത കഥകൾ പറയില്ല. ആർക്കാണ് രാവിലെ Overthinking കാലത്ത് വരുമ്പോ എണീറ്റിട്ട് 1 2 3 4 5 അങ്ങനെ ഫാസ്റ്റ്ലി നമ്മൾ മൈൻഡ് ചേഞ്ച് ചെയ്യുക. ബാഡിലേക്ക് പോകുന്ന സമയത്ത് 1 2 3 4 5 ആ 5 സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമ്മൾ മൂഡ് ചേഞ്ച് ചെയ്യുന്നു. വെരി അതിപ്പോ ഗുഡ്. അർഷാദ് പ്രാക്ടീസ് ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? അർഷാദ് ഡിസൈൻ ചെയ്തൊരു സാധനമാണ് 1 2 3 4 5. വെരി ഗുഡ്. ഇതൊരു കമാൻഡ് ആങ്കർ ചെയ്യാണ് പുള്ളി ഇതെപ്പോ ചെയ്യുന്നോ പുള്ളി ഓട്ടോമാറ്റിക്കലി ആ മൂഡ് ചെയ്യും. Yes. സോ ദാറ്റ് ഈസ് എ വൺ തിങ്. 1 2 3 4 5 പുള്ളി റെഡി ടു ബി ഭയങ്കര പോസിറ്റീവ് ആകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്താണ്? വാട്ട് ഈസ് യുവേഴ്സ്? അത് കാലത്ത് നീറ്റിട്ട് പ്രയറിന്റെ മുമ്പായിട്ട് കുളിച്ച് ഫ്രഷ് ആയി. കാരണം ഉറക്കം വരുന്ന കാരണം എനർജി കൂട്ടാൻ Okay. വേണ്ടിയിട്ട്. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. അതൊരു കാര്യമാണ്, പക്ഷെ അത് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങൾ എപ്പോഴൊക്കെ ഡൗൺ ആയി വിചാരിച്ചിട്ട് അപ്പൊക്കെ പോയിട്ട് കുളിക്കാൻ പറ്റുമോ? ഇല്ല. അല്ല So what I want കാലത്ത് is like, കുളിച്ച that is a good thing. അത് കാലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 5 seconds or 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന എനർജി തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സാധനം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐ നോ ഇറ്റ് ഈസ് ഡിഫറെന്റ്, ഇറ്റ് ഈസ് വിയേർഡ്. എന്ത് നിങ്ങൾ ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ സാധനം തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആവുന്നത്, എനർജി തരുന്നത്, അത് എടുക്കുക. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഡീപ് ബ്രീത്ത് എടുക്കാം. ഓക്കെ, ഡീപ് ബ്രീത്ത് എടുത്തിട്ട് അതേപോലെ വേറെ എന്തെങ്കിലും പിന്നെന്താ പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ വർക്ക് ചേഞ്ച് ചെയ്യും. അതൊന്നുമല്ല. നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ഈ ഇമോഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. ഞാൻ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങി. പിന്നെ കോൺഫിഡന്റ് ആയിട്ട് നടക്കാൻ, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നെഗറ്റീവിലേക്ക് പോകുമ്പോഴൊക്കെ പോസിറ്റീവ് ആക്കിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. ടാപ്പിംഗ് ഒന്നും അല്ലാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ മൂവ്മെന്റ് മനസ്സിലാക്കി, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന മൂവ്മെന്റ് മനസ്സിലാക്കി ആ മൂവ്മെന്റ് കോപ്പി ചെയ്യാം. യു ക്രിയേറ്റ് ദാറ്റ്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ എക്സസൈസ്. അതിന് ആദ്യം എന്ത് ചെയ്യണം? സ്വന്തം മൂവ്മെന്റ് കണ്ടെത്താൻ പഠിക്കണം. അത് ഞാൻ പറഞ്ഞതാണ്. അത് ഞാനൊരു എക്സസൈസ് ആയിട്ട് മിനിഞ്ഞാന്ന് തന്നതാണ്. ആ ക്വസ്റ്റ്യൻസിന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആയിരിക്കുന്ന സമയത്ത്, എനർജറ്റിക് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് കിട്ടുന്നത്, അതിൽ നിന്ന് ഉണ്ടാക്കണം. അർഷാദ് ഇപ്പൊ ഒരു സാധനം പറഞ്ഞു, ദാറ്റ് ഇസ് ഗുഡ്. സർ പിന്നെ സർ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഈ നമ്മള് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ആരോട് സംസാരിക്കുന്ന സമയത്ത് ചില നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ നമ്മൾ ഈ ഷോൾഡർ താഴ്ത്തി ഇങ്ങനെ നിൽക്കുമല്ലോ. ആ ഷോൾഡർ നമ്മളൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്തോ ഒരു കോൺഫിഡൻസ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വെരി ഗുഡ് സുറൈഹ. സോ അത് ഒരു കാര്യം മാത്രം പോരാ. ഷോൾഡർ ഒന്ന് അതൊരു മിക്സ് ചെയ്യണം. 3-4 ആക്ടിവിറ്റീസ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടക്ക് 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 ആ 4 അടിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? 3-4 കമാൻഡുകൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയാണ്. പോകുന്നതോടുകൂടി ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും? ബോഡി അപ്പോൾ ആ ഫീൽ ചേഞ്ച് ആവും. ഒരെണ്ണം പോരാ, പിന്നെ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇതൊക്കെ അതായത് ഹെയർ ഒക്കെ നമ്മളൊന്ന് നല്ല ടൈറ്റഡ് ആയിട്ട് നമ്മളൊന്ന് ഇത് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വർക്ക് ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഹെയർ ഒന്നെന്ന് വെച്ചാൽ പിൻ ചെയ്തിട്ട് ഒന്ന് ഒരുങ്ങുക. യു ഗോട്ട് ഇറ്റ്? നിങ്ങൾ സ്ത്രീകൾ ചെയ്യുന്ന പൊതുവെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ഹെയർ ഒന്ന് കെട്ടിയിട്ട് ഒരുങ്ങും. വേറെന്താ അവർ ചെയ്യാം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഓപ്പനോ മറ്റുള്ള ടെക്നിക്കിലേക്ക് ഒന്നും ഇപ്പൊ പോകണ്ട. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു ടെക്നിക്ക് ഉണ്ടാക്കുവോ?
ഹോപ്പനോ EFT ഈ സാധനമൊന്നും അല്ല. നിങ്ങളുടെ ഒരു പിന്നെ സാധനം, ആ ഒരു പിന്നെ സജീറ എന്ന് വെച്ചാ ടെക്നിക്ക്, ഒരു എന്താ പറയുക കമർജാൻ ടെക്നിക്ക്, ഒരു റൈഹ ടെക്നിക്ക്, ഒരു നിമ്മി ടെക്നിക്ക്, ഒരു അർഷാദ് ടെക്നിക്ക്, ഒരു ഷഹീല ടെക്നിക്ക്, ഒരു നസ്രിൻ ടെക്നിക്ക്, ഒരു സവിത ടെക്നിക്ക്. വാട്ട് ഐ വാണ്ട് ഇസ് ലൈക്ക് യുവർ ടെക്നിക്ക്, വാട്ട് യു ഗോണ ഡു. നിങ്ങളുടെ മൂവ്മെന്റ്, നിങ്ങളുടെ ഫീൽ, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യേ. എന്നറിയോ, ചിന്തിക്കാനും ആലോചിക്കാനും ലേണിംഗ് വൺ മിനിറ്റ് ഞാൻ പറയട്ടെ. ലേണിംഗ് ലേണിങ്സോ? ന്യൂ പുതിയ നോ ഇതൊന്നും അല്ല. ഞാൻ ചലനം എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ വേറെ എന്തൊക്കെയോ പറയാം. അതിലേക്കൊന്നും പോകല്ല. പറയാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സാറ് പറയാത്തൊരു കാര്യം ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ചിലപ്പോ ഇങ്ങനെ ഉറക്കം തൂക്കുന്നപ്പോ ഞാൻ കവിള് നിറയെ വെള്ളാക്കി വെക്കും. ദാറ്റ്സ് ഗുഡ്. അപ്പൊ അങ്ങനെ സംഗതി ഉണ്ടെങ്കിൽ അത് നല്ലൊരു ടെക്നിക്കാണ്. ദാറ്റ്സ് യുവർ മെത്തേഡ്. അതൊരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം. അത് ആ ഒരു സംഗതി ഉപയോഗിക്കാം. നിങ്ങൾക്ക് തിരിച്ച് സ്ട്രോങ് പാട്ട് കേൾക്കുന്നത്, ആ പാട്ടും കേട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകും. അതുപോലെ എനിക്ക് അത് ഓക്കെയാണ്. ദാറ്റ്സ് ഗുഡ് തിങ്. പക്ഷെ അത് എപ്പോഴും പറ്റൂല. എനിക്ക് വേണ്ടി പാട്ടൊന്നുമില്ല. എങ്ങനെ പാട്ട് കേൾക്കുന്ന ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ മാളില്ലേ, നെസ്റ്റോ പോലത്തെ മാളുകള്, വലിയ മാളുകളില് നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അപ്പൊ മൂഡ് ചേഞ്ച് ആവാറുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എല്ലായിടത്തും മാളിനെ കൊണ്ടുപോകാൻ കഴിയില്ല. മുഖം കഴുകും സാർ പോയിട്ട്. മുഖം കഴുകും. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് സജീറ. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. മുഖം കഴുകും. ഓക്കെ, അപ്പൊ കുളീന്റെ മിനി വേർഷൻ മുഖം കഴുകും. ശരിയാ, കറക്റ്റാ. അപ്പൊ നിനക്ക് വെള്ളമായിട്ടാണ് ഡീല്. ഓക്കെ, അപ്പം ലൈക്കിന് മുഖം കഴുകും. ചില ആൾക്കാർക്ക് മുഖം കഴുകുക, ഈ ചെവി കഴുകുക. അതാണെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഒന്ന് ഉളു എടുക്കാന്ന് പറയുന്ന ഒരു സംഗതി. എന്താണ് അത് ചെയ്യുമ്പോഴേക്കും എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പാർട്സുകളുണ്ട്. ചെവിയുടെ ഭാഗം, ഇവിടെ മുടിയൊന്ന് നനക്കാൻ പറയുന്നത്, ചെടിയുടെ ഭാഗം പറയുന്നുണ്ട്. മൂത്താവിൽ ചെറിയ തണുപ്പ് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണർവുണ്ടാവും. ചെവിയുടെ ഈ ഭാഗത്ത് ഈ ചെവി നനഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്രഷ്നസ് ഫീൽ ചെയ്യും. ഭയങ്കര ഫ്രഷ്നസ് ഫീൽ ചെയ്യും. അപ്പോൾ അത് അതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ റീഫ്രഷ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ടോൾ ജമ്പ് തരുന്നുണ്ട് എക്സസൈസ്. അത് ഒരു 4-5 പ്രാവശ്യം ചാടിയാൽ മതി, എന്നാ ഉറക്കം തെളിഞ്ഞു. 4 പ്രാവശ്യം ചാടുക. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസ് ഹലോ, എല്ലാവരും ചെയ്യാം. ഓക്കെ, വേറെ കൈത്തില്ലേ ചെയ്യുന്നത് തല ലെഫ്റ്റും റൈറ്റും മുകളിലും താഴത്തെ കൈത്ത് തിരിച്ചാൽ കുറച്ച് ഇങ്ങനെ ഒന്ന് സ്ട്രെസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഒരു കാര്യം പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാം. ശരീരം ചേഞ്ച് ചെയ്യുക, മൂഡ് ചേഞ്ച് ആവും. ശരീരത്തെ ചലിപ്പിക്കുക. അപ്പൊ എങ്ങനെ ചലിപ്പിച്ചാലാണ് നിങ്ങളുടെ മൂഡ് ചെയ്യുക? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പാട്ട് കേൾക്കുന്ന പറഞ്ഞു, നിങ്ങൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഒരു സാഡ് സോങ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, മനസ്സിലായത്, തീരുമാനമായി. അപ്പോ അതല്ല. അപ്പൊ പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അതിനെ സ്പെസിഫിക്കലി പറയണം. ഏത് ടൈപ്പ് ഓഫ് സോങ്സ്? സിറ്റ് പ്രോപ്പർലി, ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. ദാറ്റ്സ് എ വെരി ഗുഡ് വൺ. സിറ്റ് പ്രോപ്പർലി. ആര്യചന്ദ്രൻ പറയുന്നു സിറ്റ് പ്രോപ്പർലി. നമ്മൾ പ്രോപ്പറായിട്ട് ഇരിക്കുക. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? ഒരു ടെക്നിക്ക് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ദേഷ്യം വരുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. കോഫി കുടിച്ചാൽ ചിലപ്പം മാറാനുള്ള മൂടൊക്കെ വരാറുണ്ട്. അതെ, കോഫി കുടിച്ചു കഴിഞ്ഞാൽ മാറും. ദാറ്റ്സ് എ ഗുഡ് തിങ്. കോഫി അഡിക്ഷൻ ആണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അങ്ങനെ മാത്രം ശ്രമിക്കരുത്. നമുക്ക് അതല്ല. ഓക്കെ, എന്താണ് നമുക്ക് ഡാൻസിങ്, നമുക്ക് മൂഡൊക്കെ മൈൻഡ് ചെയ്യാൻ മാറാനായിട്ട് ഡാൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമുക്കൊരു ഫ്രഷ്നെസ്സും, ജസ്റ്റ് ഒന്നൊരു മ്യൂസിക് ഇട്ടിട്ട് ഇപ്പൊ ആർക്കും ചെയ്യാൻ പറ്റണ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് നല്ലൊരു റീഫ്രഷ് മൈൻഡ് ആണ്. അത്രയും നമ്മുടെ ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും അത്രയും ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. പക്ഷെ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര കണ്ട് അതിന്റെ അപ്പൊ അവിടെ പ്രൈവസി വേണം എന്നുള്ളതാണ്. എനിവേ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ശരീരം അങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. ഞാൻ പറഞ്ഞുതരാം ഇത് എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ളത്. ശ്രദ്ധിക്കട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തന്നു. ആ ടാസ്ക് ഇനി നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇനി ബ്രേക്ക് ചെയ്യേണ്ട പാറ്റേൺ ആണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ടാസ്കിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഇനി പറയാൻ പോണത്.
ഇപ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ചെന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ആദ്യം നിങ്ങളോട് പറയാൻ പറഞ്ഞപ്പോൾ പലർക്കും ഒന്നും പറയുന്നില്ല. കാരണം ടാസ്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ആരും ചെയ്തിട്ടില്ല. കാരണം എന്താ? അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ തന്നു വീണ്ടും നിങ്ങളെ കൊണ്ടൊന്ന് പുഷ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു. അപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾ എന്താ വെച്ചാൽ അതിന് മുൻപ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഈ വിജയിക്കുന്ന ആൾക്കാരും സാധാരണക്കാരും നമ്മൾ വ്യത്യാസം തോന്നാറ്. വിജയിക്കുന്ന ആൾക്കാർ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരത് പ്ലാൻ ചെയ്യും. അവരതിനു വേണ്ടിയിട്ട് പഠിക്കും. അവരതിനു വേണ്ടിയിട്ട് ചിന്തിക്കും. വിജയിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്തിക്കും എന്നുള്ളതാണ്. സാധാരണക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചിന്തിക്കില്ല. ചിന്തിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചിന്ത അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ചിന്തിച്ചുകൊണ്ടൊരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുക, ചിന്തിച്ചുകൊണ്ടൊരു പ്രശ്നം സോൾവ് ചെയ്യുക. അത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? പണ്ട് സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കൊടുത്തപ്പോൾ അന്ന് തുടങ്ങിയതാണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണെന്നുള്ള ഫീലിംഗ് ആണ്. അപ്പോൾ അതങ്ങ് തള്ളിക്കളയും. നിങ്ങൾക്ക് നല്ല എളുപ്പമായിരുന്നില്ലേ തള്ളിക്കളയാൻ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കാഞ്ഞത്? അതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കാഞ്ഞത്? അതുകൊണ്ടല്ലേ? അപ്പം നിങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഇതൊരു പ്ലാൻ, ഇത് നിങ്ങളുടെ ഒരു പാറ്റേൺ ആണ്. ഇഗ്നോർ ചെയ്യരുത്. ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഇറ്റ്സ് എൻ ഹോംവർക്ക്. ടൈം സ്പെൻഡ് ചെയ്തിട്ട് പണിയെടുക്കുക, കാര്യങ്ങൾ എഫേർട്ട് ഇടുമ്പോൾ റിസൾട്ട് ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളത് സാറ് ഇപ്പം അങ്ങനെ പറഞ്ഞു, ഞാൻ എന്തിനു പറഞ്ഞു? 1.5 മണിക്കൂർ കിടന്നിട്ട് വായിട്ട് അലക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനാണ്. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഞാൻ വെറുതെ ചുമ്മാ ചെയ്യുന്നതാണോ? അല്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളത് ഇരുന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടാണ് നിമ്മിക്ക് കിട്ടിയത്. 3-4 ദിവസം ഇരുന്നപ്പോൾ ഇപ്പോഴാണ് എന്താ വെച്ചാൽ നിമ്മിക്ക് കറക്റ്റ് സ്ഥാനത്തിലേക്ക് കിട്ടിയത്. ഇതുപോലെ നിങ്ങൾക്കും കിട്ടും. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് ചുമ്മാ സെഷൻ കേട്ടിരിക്കാൻ ഏത് പൊട്ടനും കഴിയും, ഏത് പൊട്ടിക്കും കഴിയും. ഇവിടെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഇത് വലിയ കഴിവൊന്നുമല്ല. ഉള്ളിക്ക് കൊള്ളുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയണത്. നിങ്ങളെ തന്നെയാണ് പറയണത്. ഇത് കേൾക്കുമ്പോൾ വേദന വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെയാണ്. അപ്പം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ പരിപാടി എന്താ വെച്ചാൽ ഒരു കാര്യം ഒരു ടാസ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് ശ്രമിക്കാനുള്ള മനസ്സ്. എബിലിറ്റി ടു ഫോളോ ഡയറക്ഷൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് മെൻറ്റേഴ്സ് ആയിട്ടോ ഒരു കോച്ചായിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ നമ്മൾ അഡ്വൈസ് തേടുക, ഒരു ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയും നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ എബിലിറ്റി ടു ഫോളോ ഡയറക്ഷൻസ്, ഒരാൾ ഡയറക്ഷൻസ് നൽകുമ്പോൾ, നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് ഫോളോ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. സാധാരണക്കാരായിട്ടുള്ള അധികം ആൾക്കാരുടെയും പ്രശ്നം അവർ ഫോളോ ചെയ്യില്ല. അവരുടെ കംഫർട്ട് സോണിലേക്ക് പോകും. ഇപ്പം നിങ്ങൾക്കൊരു പാറ്റേൺ തിരിച്ചറിഞ്ഞോ? നിങ്ങൾക്കുള്ള പാറ്റേൺ ഒരു പണി പറഞ്ഞപ്പോൾ ചെയ്തില്ല. അതിൻ്റെ എളുപ്പവഴി അതിൽ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഒപ്പിക്കലല്ല. അപ്പം അതെന്താ പ്രശ്നം? ജീവിതത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത്. പണ്ട് മുതൽക്കുള്ള നിങ്ങളുടെ ചെറുപ്പത്തിൽ സ്കൂളിന് ഹോംവർക്ക് ചെയ്ത് തന്ന മുതലുള്ള അന്ന് തുടങ്ങിയതാണ് ഈ ഒളിച്ചോട്ടം. അന്ന് തുടങ്ങിയതാണ് ഇതൊന്നും ഇഷ്ടമില്ലാതെ. അന്ന് തുടങ്ങിയതാണ് ഇത് മിസ്സാക്കുക. ഒരു ചാൻസ് കിട്ടിയത് ചെയ്യാതിരിക്കുക. ഒരു ഹോംവർക്ക് തന്നു കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നെ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിന് അത്ര വലിയ താല്പര്യം കൊടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ചിന്തിക്കണം. ചിന്തിക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ടാസ്ക്കായി കാണുന്നവർക്ക്, അല്ലാത്തവർക്ക് അത് ടാസ്ക്കാണ്. ചിന്തിക്കുന്നത് വലിയ ടാസ്ക്കാണ്. ഇതിനൊരു പ്രോബ്ലം, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അങ്ങോട്ട് തരികയാണ് അല്ലേ? അതല്ലേ ഞാൻ തന്നത്? ഒരു പ്രോബ്ലം തന്നു, അതിന് സൊല്യൂഷൻ തരാൻ പറഞ്ഞു, കാണാൻ പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം. എന്ത് ചെയ്യും? എങ്ങനെയാണ്? ഞാൻ എന്താണ്? എൻ്റെ ബോഡി ലാംഗ്വേജ് എന്താണ്? അപ്പം നിങ്ങൾക്കത് പരിചയമില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല, നിങ്ങളത് വിട്ടു. പക്ഷെ നിങ്ങളൊരു 1 hour ഇരുന്നു അതിന് വേണ്ടിയിട്ട്, എന്നിട്ട് എഴുതി. ഞാൻ ആ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ആലോചിച്ച് ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അടുത്ത പാറ്റേൺ. നിങ്ങൾക്ക് ആ ജോലി പ്രയാസമാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിന്തിക്കുക. ചിന്തയിലെ അടുത്ത കാര്യമാണ് ഒബ്സർവേഷൻ. വിജയിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എഴുതി വെച്ചു ഒബ്സർവേഷൻ സ്കിൽ. പഴയത് നമ്മളെ നന്നായിട്ട് നിരീക്ഷിക്കുക. നമ്മൾ ആരാ? ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് എന്താ സംഭവിച്ചത്? എൻ്റെ ശരീര ചലനം എങ്ങനെയാണ്? നമ്മളിലേക്ക് ഒരു അന്വേഷണം നടത്തണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെ പെർഫോം ചെയ്യണം. അത് നിങ്ങൾക്ക് വലിയ കഴിവ് നൽകും.
അത് നിങ്ങൾ വിചാരിക്കും ഓക്കെ ഈ ഒരു കാര്യം മാത്രമാണോ? അല്ല, നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂടും, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് കൂടും, നിങ്ങളുടെ അനലിറ്റിക്കൽ മൈൻഡിന്റെ സ്കില്ല് കൂടും, ആ ഭാഗമൊക്കെ മൂർച്ച കൂടും, നിങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡ് മൂർച്ച കൂടും. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകും, കുറച്ചുകൂടെ ഒബ്സർവേഷൻ കപ്പാസിറ്റി കൂടും, നിങ്ങളുടെ ഇന്റലിജൻസ് മൂർച്ച കൂടാൻ തുടങ്ങും, ബുദ്ധി മൂർച്ച കൂടാൻ തുടങ്ങും. ഇത് വെറുതെ തരുന്ന ടാസ്ക് അല്ല, ഇത് പല ബെനിഫിറ്റ് ഇതിനുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഷാർപ്പണായി വരും, ക്ലാരിറ്റി കൂടി വരും, നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കും. ചിന്തിക്കാൻ പഠിക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എത്ര ബുക്ക് ഉണ്ടെന്ന് അറിയാം. ചിന്തിക്കാൻ പഠിക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു എത്ര ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഐ വിൽ ഷോ യു. ലെറ്റ്സ് ടേക്ക് ദിസ് വെരി സീരിയസ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രോബ്ലം അവർക്ക് അവരുടെ മൈൻഡിന്റെ കപ്പാസിറ്റി ഉപയോഗിക്കാൻ അറിയില്ല. അതായത് അവർക്ക് തിങ്ക് ചെയ്യാൻ അറിയില്ല. തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിങ്ക് ചെയ്യുന്നതിനെ പറ്റി മാത്രം ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ കുറച്ച് മാത്രമായിട്ട് ഞാൻ എടുത്തത്. ഇപ്പം എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ള പുസ്തകങ്ങൾ മൊത്തം ഇതൊക്കെ തിങ്കിങ്ങിനെ പറ്റി പറയുന്നു. എങ്ങനെ ചിന്തിക്കണം, ഒരു കമ്പനി തുടങ്ങുന്ന ഒരാൾ, ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ എങ്ങനെ തിങ്ക് ചെയ്യണം. 0 to 1 എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്, ഈ ബുക്കിൽ പറയുന്നു. അടുത്ത വെറും ചിന്തകളെ കുറിച്ച് മാത്രം പറയുകയാണ്. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. എനിക്ക് വായിച്ചോണ്ട് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഡാനിയൽ കെയ്ൻമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയതാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഈ ബുക്ക് പറയുന്നത് എങ്ങനെ ചിന്തിക്കണം എന്ന് മാത്രമേ പറയുന്നു. നമ്മുടെ മൈൻഡ് എങ്ങനെ പറ്റിക്കപ്പെടും, മൈൻഡ് കൊണ്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, നിങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ മൈൻഡിനെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് മൈൻഡിനെ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്, ആക്ച്വലി എന്താണ് റിയാലിറ്റി. ഓക്കെ, അടുത്തത് ഇത് ഭയങ്കര രസമാണ്. ദ ആർട്ട് ഓഫ് തിങ്കിങ് ക്ലിയർലി. ആർട്ട് ഓഫ് തിങ്കിങ് ക്ലിയർലി. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കിളി പറക്കും നിങ്ങളുടെ. ഇങ്ങനെയായിരുന്ന കാര്യങ്ങളും തോന്നിക്കും. നമ്മളൊന്നും ഒന്നും ഒബ്സർവ് ചെയ്തിട്ടില്ല, നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ചിന്തിച്ച പോലെയല്ല കാര്യങ്ങൾ. നമ്മളൊക്കെ ഈ ലോകത്ത് മൊത്തം പറ്റിക്കപ്പെടുകയാണെന്നുള്ളത് നമുക്ക് ഡെയിലി നമുക്ക് മനസ്സിലാവും. ഇത്ര ഈസി ആയിട്ട് നമ്മളെ പറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഈ ലോകത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ശരിക്കും എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സംഗതികളാണ്. ഇതെന്താ, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. വേറെ സാധനമാണ് പോസിറ്റീവായി തിങ്ക് ചെയ്യുന്നതിന്റെ പവർ. ഓക്കെ, അടുത്തത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. എങ്ങനെ ചിന്തിച്ചുകൊണ്ട് സമ്പന്നനാണ്. അടുത്തത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. മൈൻഡിന്റെ പവർ എന്താന്നുള്ളത്, ചിന്തകളെ കുറിച്ച് പറയാം. അടുത്തത് ഡീപ്പ് വർക്ക്. ഇതൊരു മെന്റാലിറ്റിയാണ്. ഡീപ്പായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അതെങ്ങനെ ചിന്തിക്കണം, അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്. സോ ആർട്ട് ഓഫ് തിങ്കിങ് ക്ലിയർ കഴിഞ്ഞിട്ട് ഒരു ബുക്ക് പറഞ്ഞില്ലേ, ഫിനാൻഷ്യലി ആയിട്ടുള്ള, എന്താണ് പേര് പറഞ്ഞത്? പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. പിന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്.
മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഇനി അടുത്തൊരു സാധനമാണല്ലോ, ഹൗ ബിഗ് തിങ്സ് ഗെറ്റ് ഡൺ. ഇത് നമ്മൾ ചിന്തിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഹൗ ബിഗ് തിങ്സ് ഗെറ്റ് ഡൺ. വലിയ പ്രോജക്റ്റുകളൊക്കെ, വലിയ വലിയ കോർപ്പറേറ്റ് പ്രോജക്റ്റുകളൊക്കെ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. സോ ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചിന്തകളെ കറക്റ്റ് ആക്കാൻ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, റൈറ്റിംഗ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേ ടു മാനേജ് യുവർ തോട്ട്സ്. എഴുതുക, എഴുതാനാണ് നല്ല എക്സസൈസ് തന്നത് അല്ലേ. ചിന്തിച്ചിട്ട് കാര്യമില്ല, ഒരു പിടുത്തം കിട്ടൂല. എഴുതിയാൽ ആ ചിന്തനെ പിടിച്ചിട്ട് പേപ്പറിൽ ഇങ്ങോട്ട് ആക്കണം, ഇരിക്കവിടെ എന്ന് പറഞ്ഞിട്ട്. എന്നുള്ളതുണ്ടോ, യു പിക്ക് യുവർ തോട്ട്, പിന്നെ അത് അവിടെ റെഡിയായി. അല്ലെങ്കിലോ ചിന്തിച്ചു അത് പോയി, അടുത്ത സാധനം വന്നു. ഇറ്റ്സ് ലൈക്ക് എ സൂപ്പർ ഹൈവേ ട്രാഫിക്. അപ്പോൾ അതിന്റെ സിഗ്നൽ ഓരോ വഴിക്ക് തിരിച്ചു വിടണം. അതിനെ റൈറ്റിംഗ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ. റൈറ്റിംഗ് ഈസി ആയിട്ടുള്ള സിമ്പിൾ വേ ഉണ്ട്. സോ അതിനാണ് ഞാൻ ക്വസ്റ്റ്യൻസ് തന്നത്. അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് തന്നത്. സാർ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ആ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല സാർ. 4 ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തു. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക. ഹു ഈസ് റെഡി ടു ആൻസർ? അല്ലെങ്കിൽ ഇന്നലത്തെ മിനിഞ്ഞാത്ത ക്ലാസ് പോയിട്ട് കേട്ടോളൂ കേട്ടോ. ശ്രീഷ്മ, മിനിഞ്ഞാത്ത ക്ലാസ് ടാസ്ക് എത്ര ഉള്ളൂ? ടാസ്ക് തന്നു കഴിഞ്ഞു. ബോഡി ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുക. വൺ മിനിറ്റ്. അനിത മാം, ഉത്തരം എഴുതാത്ത ആളാണ് നിങ്ങൾ ഇനി വായിക്കണ്ട. ഓക്കെ, കറക്റ്റായിട്ട് പണിയെടുക്കുന്നവർക്ക് മാത്രമേ എനിക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിലിരിക്കുന്നവർ വെച്ചാൽ ഹോംവർക്ക് ചെയ്ത് വരണം. നിങ്ങളെ കൊണ്ടെന്ന് വെച്ചാൽ പഴയ സ്കൂൾ പോലെ ആയിട്ടുണ്ട് അല്ലേ. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ടാസ്ക് നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചു. നിങ്ങളുടെ പാറ്റേൺ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അടുത്ത സാധനം എഴുതി വെച്ചോ. ഞാൻ ഏതെല്ലാം രീതിയിൽ എഴുതി വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. ഞാൻ ഏതെല്ലാം രീതിയിൽ തിങ്കിങ് എന്ന് പറയുന്ന പാറ്റേൺ എനിക്ക് ഏതെല്ലാം രീതിയിൽ എന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് നോട്ട് ചെയ്താൽ. തിങ്കിങ് പാറ്റേൺ ഏതെല്ലാം രീതിയിൽ എന്നെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ തിങ്കിങ് പാറ്റേൺ ഏതെല്ലാം രീതിയിൽ എന്നെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്ന ഉത്തരം എഴുതാം. എനിക്ക് മനസ്സിൽ വരുന്ന അപ്പം ഇന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു എട്ടും പിടിയും കിട്ടൂല. വീണ്ടും ആലോചിക്കുക. അപ്പോൾ ഒരു പിടുത്തം കിട്ടും. ആ പിടുത്തം കിട്ടുമ്പോഴാണ് നിങ്ങളുടെ തിങ്കിങ് ക്ലിയർ ആയി വരുന്നത്. നിങ്ങളുടെ തിങ്കിങ് ക്ലിയർ ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അത് എഴുത്തിലൂടെയാണ് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇത് ഈ ഹോംവർക്ക് ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ തന്ന ഹോംവർക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, കോൺഫിഡൻസ് കിട്ടും. കാരണം നിങ്ങളുടെ ചിന്ത പിടുത്തം വിട്ടതുകൊണ്ട് ബ്രെയിൻ ഫോഗ് എന്ന് അതിന് പറയാം. നിങ്ങൾക്ക് എവിടേക്കാണ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്? എങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്? ഒരുപാട് സ്ട്രെസ് വന്നു, ചിന്തകൾ കാട് കയറി, ചിന്തകൾ കിടന്നിട്ട് ബോംബ് പൊട്ടുന്ന പോലെ ലൈക്ക് AK-47 ഓപ്പൺ ആക്കിയ മാറിയാണ് ചിന്തകൾ വന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സ്ട്രെസ് വന്നിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ആ ചിന്തകൾ, ഈ ചിന്തകൾ, മറ്റേ ചിന്തകൾ, ആങ്സൈറ്റി, അത് ഇത്, ഭാവി എന്താകും, ഫാസ്റ്റ് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റേ മറിച്ചായിരുന്നു, എല്ലാം കൂടെ വന്നു. ബ്രെയിൻ ഫോഗ് എന്ന് പറയും. എന്താ ഫോഗ് എന്ന് പറഞ്ഞാൽ? ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. നിങ്ങൾ കുറേ സ്ട്രെസ്സും കുറേ ടെൻഷനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബ്രെയിനിന് പിന്നെ ചിന്തിക്കാൻ കഴിയില്ല. ബ്രെയിനിൻ്റെ കൺട്രോൾ പോയി. കംപ്ലീറ്റ് ഒരു ഫോഗി ആയിട്ടുള്ള അവസ്ഥ, വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല, ഒരു മൂടൽ മഞ്ഞ് പോലെ. നോക്കിക്കഴിഞ്ഞാൽ അത് കാണൂല, നോക്കാനും പേടിയാണ്. അത് കുറേ കാലമായിട്ട് ഇപ്പം അങ്ങനെയാണ്. നമ്മളായിട്ട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ വീഡിയോസ് കണ്ടു അല്ലേ. റീൽസ് എന്താ, ഒരു 30 മിനിറ്റ്സിൽ നിങ്ങൾ 60 വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്, അറിയോ? കാരണം 60 അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 30 വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ. ഒന്നുകിൽ 1.5 മിനിറ്റ്, അല്ലെങ്കിൽ 1 മിനിറ്റ്, അല്ലെങ്കിൽ 30 സെക്കൻഡ്. ഇതല്ല അധികം വീഡിയോസും. ഒരു രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ 60-ലധികം വീഡിയോസ് കാണുന്നുണ്ട്. കാരണം എല്ലാ വീഡിയോസും നിങ്ങൾ ഫുള്ള് കാണാറില്ല, നിങ്ങൾ താല്പര്യമുള്ള മാത്രമേ കാണാറുള്ളൂ. പക്ഷെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആ കമാൻഡ് വരാറുണ്ട്, ആ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്താറുണ്ട്. ഏറ്റവും വൈറലാകുന്ന വീഡിയോസാണ് നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം എത്തുന്നത്. യെസ് ഓർ നോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വൈറലാകുന്ന വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ അറ്റൻഷൻ ഗ്രാബിങ് ഭയങ്കര കൂടുതലായിരിക്കും.
നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിലും അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 30 seconds നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഒരു ബന്ധമില്ല. ഈ ഓവർ തിങ്കിങ് പോലെ ഒരു ബന്ധമില്ലാത്ത കുറേ സാധനം വരില്ലേ നിങ്ങളുടെ മുൻപിലേക്ക്? അതെല്ലാം നിങ്ങളുടെ ചിന്ത ട്രിഗർ ചെയ്യല്ലേ, നിങ്ങളുടെ മൈൻഡ് കാണുകയല്ലേ. സോ വാട്ട് ഹാപ്പൻസ്? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലും ഇതേ സൈഡ് എഫക്റ്റ് ആണ്, ഓവർ തിങ്ക് ചെയ്യുന്ന ആൾ അതേ എഫക്റ്റ് ആണ് ബ്രെയിനിന് കിട്ടുക. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നിങ്ങളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പം ഇതിനെന്ത് ചെയ്യണം? ഗുഡ് തിങ്സുകൾ കണ്ടൂടെ? ഇപ്പം നല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ള വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ. ഓവറായിട്ട് കാണാൻ പാടില്ല, ഓവറായിട്ട് കാണാൻ പാടില്ല. അർഷാദ് അടുത്ത പാറ്റേൺ എഴുതി വെച്ചോ. ഞാൻ ഓവറായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നു, ഇൻസ്പയറിങ് വീഡിയോസ് കാണുന്നു. നിങ്ങൾക്ക് തോന്നുന്നത് നല്ലതാണ്, ആക്ച്വലി നല്ലതല്ല. എല്ലാം ആവശ്യത്തിനെ കാണാൻ പാടുള്ളൂ. അതിനാണ് അടുത്ത എഴുതി വെച്ചോ. ഏറ്റവും വലിയ ലേണിംഗ് only I will only do or watch or learn or experience the right one. റൈറ്റ് എല്ലാ നല്ല കോഴ്സും പഠിക്കുകയല്ല, എല്ലാ നല്ല ചിന്തകളും അല്ല വേണ്ടത്. റൈറ്റ് ചിന്തകൾ. എന്താ ഈ റൈറ്റ് ചിന്തകൾ? ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള ചിന്തകളാണ് റൈറ്റ് ചിന്തകൾ. ഇപ്പോൾ ഇത് ആവശ്യമുണ്ട്, ഇപ്പോൾ ഇത് ആവശ്യമുണ്ടോ? എല്ലാ കോഴ്സിലും പോയിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ എനിക്കിത് ആവശ്യമുണ്ട്, അപ്പോൾ അത് റൈറ്റ് സ്കില്ലാണ്, റൈറ്റ് നോളജാണ് നിങ്ങൾക്ക് വേണ്ടത്. റൈറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ടതുണ്ടോ, ഇപ്പോൾ അതേപോലെ എനിക്ക് ഇതാണ് അതിൻ്റെ. ഇതൊക്കെ ഒരു ബുദ്ധിപരമായ ചിന്തകളാണ്. ശ്രദ്ധിച്ചോ നിങ്ങൾ? സാധാരണക്കാർ ഇങ്ങനെ ചിന്തിക്കുമോ? അങ്ങ് പോയങ്ങ് കാണും. റൈറ്റ്? അർഷാദ് കുറെ കണ്ടിരുന്നു. അപ്പൊ അർഷാദ് ഒന്നും കൂടി ബുദ്ധിമാനായിപ്പോ. എന്ത്? എനിക്ക് റൈറ്റ് ആയിട്ടുള്ളത് മാത്രമേ കാണൂ, റെലവെന്റ് ആയതാണ് റൈറ്റ് ആയിട്ടുള്ളത്. അതല്ലാത്തതൊക്കെ അൺനെസസറി ആണ്. ഇങ്ങനെ പറയാം, ശരിയായ ഒരു കാര്യം തെറ്റായ സമയത്ത് ചെയ്താൽ അത് തെറ്റായ കാര്യമാണ്. എന്ത്? ശരിയായ കാര്യം തെറ്റായ സമയത്ത് ചെയ്താൽ അത് തെറ്റായ കാര്യമാണ്. ഇവിടെ ക്ലാരിറ്റി കിട്ടിയോ? ഇതാണ് ഇന്റലിജന്റ്, ലൈക്ക് ബ്രെയിൻ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നിങ്ങളൊക്കെ തിങ്ക് ചെയ്യണമെന്നും ഈ ഒരു ലെവലിലേക്കൊക്കെ ചിന്തിക്കണമെന്നും എന്നാലേ നിങ്ങളൊക്കെ മാറുമെന്നും നിങ്ങൾക്ക് ലൈഫ് മാറുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ് ഈ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഹോംവർക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പണ്ട് സ്കൂളിൽ മിക്സാക്കിയ മാതിരി മിസ്സാക്കി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാക്കിൽ നിന്ന് നിങ്ങൾ എപ്പോഴും മാറിയിട്ടില്ല എന്നാണ് അർത്ഥം. ഇറ്റ്സ് ഹൈ ടൈം ടു ചേഞ്ച് യുവർ ട്രാക്ക്. അപ്പോൾ എന്താണോ നിങ്ങൾ രാവിലെ ഇവിടെ ഇരുന്നിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്ത് തരാൻ നിൽക്കുമ്പോൾ, ഒരു കോച്ചിങ് തരുമ്പോൾ, ഫോളോ ദാറ്റ്, ഡു ഇറ്റ്, ഇറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു. ക്ലിയർ ആണോ? അപ്പൊ ബ്രെയിൻ ഫോഗ് നമുക്ക് മാറ്റാൻ എന്താ വഴി? ഈ ബ്രെയിൻ ഫോഗ് ഉണ്ടാകുന്നത് നമ്മൾക്ക് അവ്യക്തത വരും. അവ്യക്തത വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? വാട്ട് യു ഹാവ് ടു ഡു? രാത്രി വളരെ 3 മണിക്കൂർ ഉറങ്ങുക, 4 മണിക്കൂർ ഉറങ്ങുക, 12 മണിക്കാണ് ഉറങ്ങുക, എന്നിട്ട് 5 മണിക്ക് എണീക്കും. നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് വരും. അനിതാ മാം, അതൊരു കഴിവല്ല, അതൊരു കഴിവല്ല. 8 മണിക്കൂർ 7 മണിക്കൂർ മിനിമം ഉറങ്ങണം, ഉറക്കം കണ്ടെത്തിയേ പറ്റും. മനസ്സിലുണ്ടോ? ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. ഓക്കെ, ഹെൽത്തിനെ അത് ബാധിക്കും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ആക്ച്വലി. അത് ലോങ് ടേമിലാണ് മനസ്സിലാവുക. ബ്രെയിൻ ഫോഗ് ആയിട്ട് വരും. ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ബ്രെയിൻ ഫോഗ് സംഭവിക്കും. നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടൂല, ഒരു സംഗതി കിട്ടൂല. സോ ഡോണ്ട് ഡു ദാറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം അത് ചെയ്യരുത്. അപ്പോൾ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറക്കം കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം ബ്രെയിൻ, കേട്ടോ. സോ ബ്രെയിൻ ഫോഗ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പിടിക്കാൻ ഒന്ന് ഏറ്റവും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറക്കം അത് ക്ലിയർ ആക്കുക. ഓവറായിട്ട് കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. ബ്രെയിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, അത് റൈറ്റ് എമൗണ്ട് ഓഫ് കോണ്ടന്റ്, നമുക്ക് ആവശ്യമുള്ള റൈറ്റ് കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ് എമൗണ്ട് ഓഫ് കോണ്ടന്റ് നമ്മൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ് ടൈമിലായിരിക്കണം അത് കൺസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു റൈറ്റ് എമൗണ്ട്, അതിനപ്പുറത്തേക്ക് കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിന് നല്ലതല്ല. നേരത്തെ പറഞ്ഞതുപോലെ കോംപ്രഹെൻഷൻ കപ്പാസിറ്റി ഉണ്ട്. അത് ബ്രെയിൻ ഇങ്ങനെ കുറേ നേരം വീഡിയോ കണ്ടു നോക്കി, നല്ല വീഡിയോ ആണെങ്കിൽ പോലും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കാണുന്നത് നമുക്ക് തന്നെ അറിയില്ല. ഒരു മൊയന്ത് കാണലായിരിക്കും അത്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു സുഖം ഉണ്ടാവില്ല, അത് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ എന്താ വെച്ചാൽ അതെങ്ങനെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ.
അപ്പോഴേക്കും ബ്രെയിൻ ഒരുമാതിരി ഇങ്ങനെ ആയിട്ടുണ്ടോ? അത് നിർത്തുക. കുറച്ച് കാര്യങ്ങൾ മാത്രം. ബ്രെയിൻ എപ്പോഴും എന്താ പറയുക, ഒരു ലോക്കർ റൂം, ബാങ്കിന്റെ ലോക്കർ റൂം ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യണം. അതിൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളെ കൊണ്ടുവെക്കുക അല്ലേ? അതിൽ കണ്ട ചപ്പുചവറും ലോക്കർ റൂം കൊണ്ടിടുവോ? ഇല്ല. എന്നതുപോലെ ഭയങ്കര നല്ല വിലപിടിപ്പുള്ളത് മാത്രം കയറ്റേണ്ട സ്ഥലമാണ്. നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലമാണ്. നന്നായിട്ട് ചിന്തിക്കണം. അപ്പോൾ അവിടെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കയറിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്താ വെച്ചാൽ മറ്റുള്ള എക്സസൈസുകൾ ചെയ്യുന്നത്. നമ്മൾ ലൈക്ക് പതുക്കെ ഈ പറഞ്ഞ എഴുത്ത്. ഇപ്പൊ ഈ ബ്രെയിൻ ഫോഗ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ എന്താ വഴി? എഴുതുക. റൈറ്റിംഗ് ഈസ് ദ വേ, ഈസിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് വേ. മെഡിറ്റേഷൻ ചെയ്യാം. അതേപോലെ തെറാപ്പീസ് ഉണ്ട്. നമ്മൾ അഡ്വാൻസ് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്ന തെറാപ്പി ഉണ്ട്. നമ്മുടെ അഡ്വാൻസ് EFT പ്രോഗ്രാം ഉണ്ട്. അതിൽ അടിപൊളി തെറാപ്പി പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനെ ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രെയിനെ ചിന്തകൾക്ക് മുൻപേ യാത്ര ചെയ്യാൻ പറ്റും. ആ ലെവലിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. സോ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം അത് അഡ്വാൻസ് പ്രോഗ്രാം വരും. നമ്മള് മെമ്മറി, ഇപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മൾ ഒരു കാര്യങ്ങൾ മറക്കില്ല, മൊബൈൽ ഫോൺ എടുക്കാൻ മറക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു മൈൻഡില് മെമ്മറി ലോസ് ആണോന്ന് എനിക്കറിയില്ല. എന്നാലും പെട്ടെന്ന് എനിക്ക് മറവി കുറച്ച് വന്നിട്ട്, അപ്പൊ അതിനുള്ള ഒരു ഇത് പറഞ്ഞുതരോ? അതൊക്കെ ഇതുകൊണ്ടാണ്. നിങ്ങൾ മറവിയൊക്കെ വർദ്ധിക്കും, റെഡിയാവും. നിങ്ങൾ ഹോംവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എഴുതുക. ഓക്കെ, മെമ്മറി വർദ്ധിക്കും, ക്ലിയർ ആവും കേട്ടോ. എഴുത്ത്, ഈ മെമ്മറി ഇതൊക്കെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബ്രെയിൻ ഫോഗ് ആണ്. ലൈക്ക് കംപ്ലീറ്റ്ലി നമ്മൾ എന്താ വെച്ചാൽ സ്ട്രെസ് കയറി അല്ലെങ്കിൽ കുറേ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഓവർലോഡ് വന്ന് ബ്രെയിൻ പിന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. പിന്നെ നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട്, പിന്നെ വെയിൽ കൊള്ളുക കുറച്ചൊക്കെ. ഈ വീടിനുള്ളിൽ ഇങ്ങനെ എപ്പോഴും ആ ഒരു ഉള്ളിൽ ഒതുങ്ങി നിൽക്കരുത്. ഇതൊക്കെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി കുറച്ചൊക്കെ എന്ന് വെച്ചാൽ വിറ്റമിൻ ഡിയും ഇയും ഒക്കെ കിട്ടേണ്ടതൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഫുഡിലൂടെ കിട്ടേണ്ടത് അത് കൊടുക്കുക. ബ്രെയിനും കുറേ സാധനങ്ങളുണ്ട്, വൈറ്റമിൻസും മിനറൽസും ഒക്കെ. മോർണിംഗില് കാലത്ത് വരുന്ന വെയിൽ കൊണ്ടാൽ മതി കുറെയൊക്കെ. അതേപോലെ 4 മണിക്ക് വരുന്ന ഒരു വെയിലുണ്ട്, അതൊക്കെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കൊക്കെ വളരെ നല്ലത്. എനിക്ക് പോസിബിൾ ആയിട്ടുള്ളതാണ്. എനിക്ക് നല്ല വിറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ശരീരത്തിൽ തന്നെ റിജക്ട് ചെയ്ത് കാണിക്കും. നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. നമ്മൾ നഖങ്ങളിൽ കാണിക്കും, പല ബ്ലഡുകളിൽ നമുക്ക് വരുന്ന വേരിയേഷൻസിൽ കാണിക്കും. അതൊക്കെ വിറ്റമിൻ ഡി. കാരണം ഇപ്പോഴത്തെ ആരും വെയിൽ കൊള്ളുന്നില്ല, പുറത്തുള്ള പണികൾ കുറവാണ്, ഫുൾ ടൈം അടച്ചിരിക്കുന്ന റൂമുകളിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കുറെയൊക്കെ. അപ്പോൾ കൂടുതലും വെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊള്ളണം, എന്നാലേ നമ്മൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഒരുപാട്. അതേപോലെ കാൽസ്യത്തിൻ്റെതും സോഡിയത്തിന്റെ ഒക്കെ പ്രശ്നം വരുന്നതൊക്കെ മെയിൻ തന്നെയാണ്. ഈ തണ്ടൽ വേദന കൂടുതലും അങ്ങനത്തെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. കൂടുതലും കറക്റ്റ് ടൈമിൽ ഫുഡ് കൺസ്യൂം ചെയ്യുക. 1 മണി, രാത്രി 7 മണി, ഈ 3 ടൈമിന്റെ ഉള്ളിൽ കറക്റ്റ് കാലത്ത് 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച് 1 മണിക്ക്, രാത്രി ഡിന്നർ 7 മണിക്ക്. 9 to 11 വരെ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വയറിനുള്ള സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണം നമ്മൾ ആ ടൈമിൽ 9 to 11 ടൈമിൽ, കാരണം നമ്മൾ ദഹിക്കുന്ന സമയമാണ്. ദഹന ടൈമിൽ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? അതിനായിട്ടും ബെറ്റർ 8 മണിയുടെ ഉള്ളിൽ തന്നെ മോർണിംഗിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല റിസൾട്ട് പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ബോഡി ലാംഗ്വേജിലായാലും എന്ത് കാര്യങ്ങളിലായാലും ചേഞ്ചസ് നല്ല ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് അർഷാദ് ഫോർ ഷെയറിങ് യുവർ ഇൻസൈറ്റ്സ്. സോ നിങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ, സോ ഒരു ഹോംവർക്ക് ചെയ്തതിനെ പറ്റിയാണ് ഇപ്പം നമ്മൾ അടികൂടിയത് അല്ലേ? എന്നിട്ട് അവസാനം നമ്മൾ എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്താണ് നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺ? എന്താണ് അർഷാദിന് കിട്ടിയിട്ടുള്ള തിങ്കിങ് പാറ്റേൺ? എന്താണ്? റൈറ്റ് കോണ്ടന്റ് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. കുറേ കോണ്ടന്റുകൾ പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിലും കൺസ്യൂം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ടൂ മച്ച് ഓഫ് കോണ്ടന്റ് ആവരുത്. റൈറ്റ് കോണ്ടന്റ് റൈറ്റ് എമൗണ്ടിൽ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? നിങ്ങൾ എഴുതുക. പിന്നെ അടുത്ത നിങ്ങൾ കണ്ടെത്തിയ പാറ്റേൺ എന്താണ്? നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ചിന്തിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രം മുറുകെ പിടിക്കുക. ചിന്തിക്കാൻ സമയം കണ്ടെത്തിയവർ, ബ്രെയിനിന്റെ ചിന്തിക്കാനുള്ള സ്കില്ല്, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കിങ് സ്കില്ലാണ്. ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആരാ? തിങ്കിങ് സ്കിൽ ഉപയോഗിക്കുന്നവരാണ്. കമ്പനിയുടെ സിഇഒമാർ അവർ തിങ്ക് ചെയ്യുന്നവരാണ്. ഭയങ്കര പേയ്മെന്റ് കിട്ടുന്നവർക്കാണ്. അവർ തിങ്ക് ചെയ്യണം, ഈ കമ്പനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അവരുടെ മെയിൻ പണി ബ്രെയിനാണ്, തിങ്കിങ് ആണ്.
അറിയോ? ശാസ്ത്രജ്ഞന്മാർ തിങ്ക് ചെയ്യാണ്. അല്ലാതെ ഇവരാരും ശരീരം കൊണ്ട്, നിങ്ങൾ നോക്കൂ, ആക്ച്വലി എന്താണെന്നറിയോ ഒരു കാര്യം, കാലുകൾ ശരിക്കും സുഖിക്കാനുള്ളതാണ്, നല്ല ഭക്ഷണം കഴിക്കാനുള്ളതാണ്, കാലുകൾ നല്ല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് നടക്കാനുള്ളതാണ്, ആൾക്കാരെ കെട്ടിപ്പിടിക്കാനുള്ളതാണ്, കാലുകൾ സുഖിക്കാനുള്ളതാണ്, ശരീരത്തിലെ അവയവങ്ങൾ സുഖിക്കാനുള്ള. ബ്രെയിന് മാത്രമാണ് പണിയെടുക്കാനുള്ളത്. പണം ഉണ്ടാക്കാൻ ബ്രെയിനാണ് ഉപയോഗിക്കേണ്ടത്. കൈകാലുകൾ കൊണ്ട് നിങ്ങൾ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടാവും. മറിച്ച് ബ്രെയിൻ കൊണ്ട് നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. യു വിൽ മേക്ക് ലോട്ട് ഓഫ് മണി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അതെങ്കിലും ഒന്ന് ചിന്തിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കളി എങ്ങനെ നടക്കുന്ന ഇവിടെ. ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ ഇറ്റ്സ് എ റിയൽ ഗെയിമാണ്. ആ ഗെയിം മനസ്സിലായവർക്ക് ഗെയിം കളിക്കാൻ അറിയാം, അവർ കളിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നാ പറയും. പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയും. മാനേജ്മെന്റ് വിദഗ്ധന്മാർ എന്ന് പറയും. എന്താ മാനേജ്മെന്റ്? ബിസിനസ് വിദഗ്ധന്മാർ, മാനേജ്മെന്റ് വിദഗ്ധന്മാർ എന്ന് പറയും. മാനേജ് ചെയ്യാന്ന് പറയും. എന്താ മാനേജ് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുക. അത്രേ ഉള്ളൂ. ബിസിനസ് ഉണ്ടാക്കണം, കൈകാര്യം ചെയ്യാനുള്ള അറിവുണ്ടാണ്. അറിവ് എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള അറിവ് എന്താണ്? വെറും തിങ്കിങ് സ്കില്ലാണ്. മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയും തിങ്കിങ് സ്കില്ലാണ്. സ്ട്രാറ്റജി തിങ്കിങ് എന്ന് പറയും. ഏറ്റവും ടോപ്പ് ലെവലിൽ മാനേജ്മെന്റിന്റെ ജോലി സ്ട്രാറ്റജി തിങ്കിങ് ആണ്. എന്താണ് സ്ട്രാറ്റജി? അടുത്ത ഓരോ പരിപാടികളും എങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ആണ് സ്ട്രാറ്റജി. പ്ലാനിങ്ങിനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ. അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാനേജ് ചെയ്യണോ? പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് തിങ്കിങ് എന്ന് തുടങ്ങുന്നതാണ്. അത്രയ്ക്കും ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ കണ്ടെത്തി തിങ്കിങ്ങിൽ കുറച്ച് പുറകിലാണെന്നുള്ളത് കണ്ടെത്തി. തിങ്കിങ്ങിൻ്റെ ശീലം കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ നിങ്ങളൊന്നും ഈ ക്ലാസ്സിൽ ഇരിക്കൂല. നിങ്ങളെപ്പോഴോ വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വേണ്ട. അല്ല, നിങ്ങൾ വേറെ കുറേ ആൾക്കാരെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇരുന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടായത്, ഇങ്ങനൊരു ബ്രാൻഡ് ഉണ്ടായത്, ഇങ്ങനൊരു ടീം ഉണ്ടായത്. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഐ ലോസ്റ്റ് എവറിത്തിങ്. പക്ഷെ വിത്തിൻ 2 months ഐ ബിൽഡ് മൈ ടീം. എല്ലാം തിരിച്ചു പിടിച്ചു. ഇറ്റ്സ് ഓൾ അബൌട്ട് തിങ്കിങ്. ഡെവലപ്പ് ദാറ്റ്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് സ്കിൽ അത്. തിങ്ക് ചെയ്യുക. സാധാരണക്കാരൻ മടിക്കുന്ന സാധനമാണ്. കാരണം ബ്രെയിന് കിടന്നിട്ട് ഇങ്ങനെ പറക്കും സാധനം. ആ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് മടുക്കും, ടയേർഡാവും, ഇഷ്ടമില്ലാത്ത കാര്യം. ഇനി ഒരു കാര്യം അറിയോ ബ്രെയിനിൻ്റെ പ്രത്യേകത? നമ്മൾ മനഃപൂർവ്വം നടക്കും, ഞാൻ ചെയ്തേ അടങ്ങും എന്നുള്ള വാശിയിലും കൂടി ഇടിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്തും തരും ബ്രെയിൻ. അത് സോൾവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരാളോട് വിളിക്കേണ്ടി വരും. വിളിച്ചാൽ മതി, ചോദിക്കേണ്ടി വരും, ചോദിച്ചാൽ മതി. നമ്മുടെ ബ്രെയിൻ അതിനുള്ള വഴികൾ ഇങ്ങനെ എങ്ങനെ ചെയ്യും എന്നാണ് ചെയ്യുന്നത്. തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് ഒരേ കാര്യം, ഒരേ സ്റ്റേറ്റ്മെന്റ് 2 ഫീലിംഗിലാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്ന ചോദിക്കുക. സക്സസ്ഫുൾ ആകുന്ന ആൾക്കാർ എന്താ ചിന്തിക്കുക? അവർ ഇതേ ചോദ്യം ചോദിക്കും, പക്ഷെ വേറെ രീതിയില്ല. ഇമോഷൻ വേറെയാണ്. അവരുടെ ഇമോഷനാണ് എങ്ങനെ ഇതെനിക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? എങ്ങനെ പോയില്ലേ, കയ്യിൽ നിന്ന് പോയി, കംപ്ലീറ്റ് പോയി. ഈ ഡിഫറൻസ് ഉള്ളൂ, ഇമോഷന്റെ ഡിഫറൻസ് ആണ്. മറ്റയാളെന്താണ്? ഇതെങ്ങനെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അയാൾ തീരുമാനിച്ചു ഇത് സോൾവ് ചെയ്യണം. റൈറ്റ്? മനസ്സിലാവണ്ടോ? അയാൾ സോൾവ് ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതാണ് ആറ്റിറ്റ്യൂഡ്. അയാൾ തീരുമാനിച്ചോ ഇതെങ്ങനെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അയാൾ വഴിയാണ് തേടുന്നത്. മറ്റയാൾ എന്താ? എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? സകല വഴി അടഞ്ഞിരിക്കുക. എന്നെ കൊണ്ട് പറ്റും എന്ന കമാൻഡ് കൊടുത്ത് ബ്ലോക്ക് ചെയ്ത് കഴിയും. നിങ്ങൾ എന്താണോ കമാൻഡ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ ബ്ലോക്ക് ആവും. ഈ ലോകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ മാറിയേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരാം. അതായത് ഈ ലോകത്ത് മനുഷ്യന്മാർ മാത്രമാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ജിറാഫാണോ കണ്ടുപിടിച്ചേ? അല്ലല്ലോ. നിങ്ങൾ ഈ കാണുന്ന ഫോൺ കണ്ടുപിടിച്ച കോഴിയൊന്നും അല്ലല്ലോ, പോത്തൊന്നും അല്ലല്ലോ. അല്ല. വല്ല മരമാണോ കണ്ടുപിടിച്ചത്? അല്ല.
ഇവിടെ പാലങ്ങൾ നിർമ്മിച്ചത്, ബിൽഡിങ്ങുകൾ പണിതത്, ഫാഷൻ കൊണ്ടുവന്നത്, ബിസിനസ് ചെയ്തത് ഒക്കെ ആരോ മനുഷ്യന്മാരാണ്. അതായത് മനുഷ്യന്മാർക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു വലിയൊരു സ്കില്ലാണ്. ദൈവമായിരിക്കാം, പ്രകൃതി ആയിരിക്കാം, ഹൂവർ ഇറ്റ് ഈസ്, എനിവേ ഇറ്റ് ഡസൻ മാറ്റർ. മനുഷ്യന്മാർ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എന്തിൽ? ഈ തിങ്കിങ് എന്ന് പറയുന്ന സാധനത്തിൽ ഏറ്റവും, ഇവിടെ ജീവിച്ച ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ തിങ്കിങ് കപ്പാസിറ്റി മനുഷ്യന്മാർക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭാരം കൂടിയിട്ടുള്ള മസ്തിഷ്കമാരുടേതെന്ന് അറിയുന്നു. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ? ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എനിബഡി? ഹ്യൂമൻ ബീങ്സിന് തന്നെയാണ് 1.5 kg. യെസ്, ഹ്യൂമൻ ബീങ്സിനാണ് 1.5. വെറുതെ തന്നതല്ല, ഈ സാധനം നമ്മുടെ ഓരോരുത്തരുടെ തലയിലുണ്ട്. റൈറ്റ്? വലിയ ആനയാണ്, അതിന് പോലും ഇല്ലാത്ത വലിയ തല നമുക്ക് തന്നിട്ടുണ്ട്. ഈ സാധനം ഇത്രയും വലിയ രീതിയിൽ അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ആടും കോഴിയും പോത്തു പോലെ ജീവിക്കുകയാണ്, ചിന്തിക്കാതെ, അത് ഉപയോഗിക്കാതെ. ചോദ്യം ഇതാണ്, നമ്മളൊക്കെ ഒരു ആടോ കോഴിയോ പോത്തു പോലെ ജനിച്ച് രാവിലെ ഇറങ്ങുമ്പോൾ എണീറ്റ് കുറേ ഭക്ഷണമൊക്കെ എന്തൊക്കെയോ കഴിച്ച് വൈകുന്നേരം ആവുന്നു, അതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ പൂവൻകോഴി പെടക്കോഴിനെ കാണുന്നു, മൂടാവുന്നു, ബന്ധപ്പെടുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ വീണ്ടും എണീക്കുന്നു, അപ്പിയിടുന്നു, നേരെ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. ഇതിങ്ങനെ പോയാൽ മതിയോ? യൂസ് യുവർ ബ്രെയിൻ. ഒരാടോ കോഴിയോ പോത്തോ ആണോ? ഇങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ, ഇതെങ്കിലും ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പം നമ്മളൊന്ന് മാറി ചിന്തിച്ചോളും. അപ്പം നമ്മൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് ഉപയോഗിച്ചോളും. അപ്പം ഇന്ന് മുതൽ എന്ത് ചെയ്യുക? ഞാനൊരു കോഴിയല്ല, ഞാനൊരു ആടല്ല, ഞാനൊരു പോത്തല്ല, ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് വലിയ ഒരു ബ്രെയിൻ തന്നിട്ട് എനിക്ക് കപ്പാസിറ്റി, അത് ഉപയോഗിച്ച് എനിക്ക് ചിന്തിക്കണം, ഒബ്സർവ് ചെയ്യണം, അതിൻ്റെ കപ്പാസിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുക. ഈ ഒരു തിങ്കിങ് നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ, ആഴ്ന്നിറങ്ങട്ടെ. ഇതിന് വേണ്ടിയിട്ട് ഈ എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാതെ നിങ്ങളാരെയും നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല. യു ഹാവ് ആൻ അമേസിങ് പൊട്ടൻഷ്യൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. യു ആർ സോ ബ്ലെസ്ഡ്. യു ക്യാൻ ഡു അച്ചീവ് എനിത്തിങ് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് സൃഷ്ടിക്കാൻ പറ്റും. The thing is, only you have to do is ability to train your brain. Just learn how to train your brain. Brain train ചെയ്യാം. Writing, planning, ഇരുന്ന് ചിന്തിക്കുക. കാട് കയറി പോകണേ അപ്പം എഴുതുക. വെറുതെ ചിന്തിക്കരുത്. ചിന്തിക്കുക എന്നുള്ളതല്ല, ചിന്തിക്കുന്ന സമയത്ത് അത് എഴുത്തിലേക്ക് കൊണ്ടുവരും. ഓരോന്ന് പ്ലാൻ ചെയ്യുക. പ്ലാനിങ് നടക്കട്ടെ. ഓരോ സംഗതി, ഓരോ പ്രോബ്ലം ഇങ്ങനെ നമ്മളായിട്ട് തന്നെ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അതെങ്ങനെ ഞാൻ ചെയ്യും, ഇത് ഞാൻ എങ്ങനെ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയും, നിങ്ങൾക്ക് ഒരു ദിവസം ഇന്ന് നിങ്ങൾക്ക് പ്രോബ്ലം വേണോ? ഡു യു നീഡ് ന്യൂ പ്രോബ്ലംസ്? തിങ്ക് ചെയ്യാൻ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തേ. എപ്പോൾ തരാം. സിമ്പിളാണ്. ചിലർക്ക് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ പേടിയായി. ഇനി എന്തിനാ ഹോംവർക്ക്? വേണ്ട. ഏത് പഴയ സ്കൂളിലെ കുട്ടി ട്രോമ, ആ സാധനം പുറത്തു വരികയാണ്. നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിലുണ്ട്, അറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി തന്നെയാണ്. ഈ കിടന്നുറങ്ങുന്നവരെ നമുക്ക് ടാസ്ക് ഉണ്ട്. ആക്ച്വലി എല്ലാ ദിവസവും ഹോംവർക്ക് ഉണ്ട്, ഇല്ലേ? ഇന്നത്തെ ഹോംവർക്ക് എന്താണ്? ആ അച്ചീവ്മെന്റ് ലിസ്റ്റ് എഴുതുക. അത് ലിസ്റ്റ് എഴുതിയാൽ മാത്രം പോരാ. ഇന്ന് എന്താണ് ടു ഡു ലിസ്റ്റ്, ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് എഴുതിയേ, ഒന്ന് എഴുത്. ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? പണി ഞാൻ തരാം. അർഷദ് ഇവിടെ ബി ഹിയർ. റൈറ്റ് ആയിട്ടുള്ള കാര്യം റോങ് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള കാര്യമാണ് അർഷദ്. സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. ഓക്കെ ഓക്കെ. പെട്ടെന്ന് കഴിഞ്ഞിട്ടായിരുന്നു. ഞാൻ വേറെ ആവശ്യത്തിന് ഫോൺ എടുത്തത്, അത് ഡീവേറ്റ് ചെയ്ത് പോയി. എനിക്കറിയാം പോകും. അതാണ് നിന്റെ പാറ്റേൺ, അതാണ്. നീ തിരിച്ചറിയും കേട്ടോ. നീ അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് നീ ഒബ്സർവ് ചെയ്തിട്ട് നീ റെഡി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ബാക്കിയുള്ള കുറേ ബ്ലെസ്സിങ്സ് നടക്കുന്നില്ല. ഇപ്പം EFT പ്രോഗ്രാം ചെയ്തിട്ട് അത് മൊത്തം ട്രാക്ക് തെറ്റും. മനസ്സിലാവണ്ട.
ബി ഓൾവേസ് അവെയർ. നിങ്ങളുടെ ചിന്തകൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നല്ല ട്രാക്കിലാണ് നോക്കുക. ഇനി അടുത്താണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഉത്തരം എഴുതിയേ, ഒന്ന് ആലോചിക്കുക. ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ടാസ്ക് എന്താണ്? ഉത്തരം എഴുതുക. ഈ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ എന്ത് ചെയ്യും? എഴുതുക. ഓക്കെ, എഴുതിയോ? സജീർ എഴുതിയോ? ഇല്ല, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഞാൻ ചെയ്യുക. ചിലപ്പോൾ അടുക്കളയിൽ കയറാനായിരിക്കും. എഴുതിക്കോ. കിച്ചണിൽ കയറണം. അല്ലാതെ വേറെ ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ ടാസ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ബിസിനസ്മാൻ്റെ ടാസ്ക് ഉണ്ടാവില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് യു ഡു ഇറ്റ്. എന്താണെങ്കിലും കുഴപ്പമില്ല. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അടുത്തത് ആ ടാസ്ക് എപ്പോൾ കഴിയും? നെക്സ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, അതെന്താണ്, അത് എപ്പോൾ കഴിയും, അത് ഞാൻ എങ്ങനെ ചെയ്യണം, അത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ടാസ്ക് എന്ത് ചെയ്യും? എഴുതിക്കോ. ആ ടാസ്ക് എന്താണ്, അത് എപ്പോൾ കഴിയും, അത് എങ്ങനെ ഞാൻ ചെയ്യും, അത് എപ്പോൾ കഴിയും, എപ്പോൾ ഞാൻ അത് തീർക്കും. ക്ലിയർ ആണോ? ആ ടാസ്ക് എന്താണ്, അത് എപ്പോൾ എങ്ങനെ ഞാൻ ചെയ്യും, അത് എപ്പോൾ തീർക്കും, അത് കഴിഞ്ഞാൽ ഉടനെയുള്ള ടാസ്ക് എന്താണ്? അടുത്തത്, ഞാൻ എപ്പോൾ ബ്രേക്ക് എടുക്കും? ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇങ്ങോട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്ലാൻ ചെയ്ത് നോക്കിയേ. ഇതൊന്ന് ഇരുന്നാണ്ട് ഒരു മണിക്കൂർ ഇതിനായിട്ടൊന്ന് സമയം സ്പെൻഡ് ചെയ്യാം. ടു ഡു ലിസ്റ്റ് അല്ലേ സാറേ? അത് ഞാൻ ചെയ്യാറുണ്ട്. 1 മിനിറ്റ്. ടു ഡു ലിസ്റ്റ് നീ ഇങ്ങനെ ചെയ്യാറില്ല. നീ ചുമ്മാ കുറെ ലിസ്റ്റ് എഴുതി വെക്കാറാണ് അല്ലേ? എഴുതും. അല്ല, അത് ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന ഓരോ ദിവസം ഇപ്പൊ എത്ര ചെയ്യേണ്ടത്, കാലത്ത് ഇത്ര മണിക്കാണ് ചെയ്യേണ്ടത്, ക്ലാസ്സിന് എഴുതാറുണ്ട്. പ്ലാൻ ആയിട്ട് എഴുതാറുണ്ടോ? ഞാൻ 5 മണിക്ക് എണീക്കും. തലേ ദിവസം ഞാൻ രാത്രി കിടക്കുന്നതിന്റെ മുന്നേ 5 മണിക്ക് എണീക്കും. 5 മണി ടു 7 മണി വരെ എനിക്ക് 7:30 വരെ എന്റെ വർക്കൗട്ട് ടൈം. 8 മണി ടു എനിക്ക് 11 മണി വരെ എനിക്ക് എന്റെ ക്ലാസ്സിൽ ഇരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് 1 മണിക്ക് ഞാൻ തിരിച്ചു വരണം. 1 മണിക്ക് ഞാൻ വന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്, പ്രയർ ടൈം, പിന്നെ ദാറ്റ്സ് ഗുഡ് തിങ്. അതായത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ അവസാനിപ്പിക്കണം എന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നതിൽ പറഞ്ഞിട്ടില്ല. അതും കൂടി എഴുതണം. അത് ഞാൻ പറഞ്ഞു. എങ്ങനെ ചെയ്യണം എന്നല്ല, എങ്ങനെ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ അതിലുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഇനിയും ഫർദർ ക്വസ്റ്റ്യൻസ് എഴുതാം. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം റിസോഴ്സസ് വേണം, പുതിയ ടാസ്കുകളാണെങ്കിൽ അത് ഇഫക്റ്റീവ് ആക്കാൻ എന്തെല്ലാം റിസോഴ്സുകൾ അതിന് വേണം, അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലേണിങ്സ്, ഇങ്ങനെ കൂടുതൽ ഷാർപ്പാക്കി കൊണ്ടുവരാം. ഓക്കെ, കൂടുതലായിട്ട് ഇപ്പോൾ എഴുതേണ്ട, അത് സിമ്പിൾ ജോലിയാണല്ലോ, ഡെയിലി ലൈഫല്ല, സിമ്പിളായിട്ട് എഴുതിയാലും മതി. പക്ഷേ ഏതൊരു കാര്യത്തിലേക്കും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യും തോറും നിങ്ങളുടെ തിങ്കിങ് ക്ലാരിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മൈൻഡ് എന്താ വെച്ചാൽ ഇതിനെ വെൽ പ്ലാൻഡ്, അതായത് മൈൻഡ് ഒരു സാധനത്തിനെ വ്യക്തമായിട്ട് ചിന്തിച്ചാൽ ആ ജോലി നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. നോ ഡൗട്ട് അബൌട്ട്. മൈൻഡിന് മനസ്സിലാകാത്തൊരു കാര്യം പ്രയാസമായിരിക്കും ചെയ്യാൻ. നിങ്ങൾ അധികം ആൾക്കാർ മടി പിടിക്കുന്നതിന്റെ കാര്യം എന്താണ്? മൈൻഡിന് അറിയില്ല. മൈൻഡിന് ഒരു ബ്രെയിൻ ഫോഗാണ്. രാവിലെ എണീക്കണം, എന്താണ് ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെ എണീറ്റ് അങ്ങനെ ചെന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കും. അങ്ങനെ ടൈം എടുത്തിട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ പോയി വരുമ്പോൾ ടൈമൊക്കെ കഴിഞ്ഞ് ടൈം മാനേജ്മെന്റും ഇല്ല, ഒന്നുമില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ക്ലിയർ ആണോ? അതെ സാർ, ഈ ടൈം മാനേജ്മെന്റ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ മുന്നേ തീരില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ മടിയായിരുന്നു. ഇപ്പോ നമ്മളത് വ്യക്തമായിട്ട് എഴുതുന്നതുകൊണ്ട് നമുക്ക് അടുത്ത 1 മണിക്കൂറിൽ എന്താണ് ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അവെയറാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുതിയ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റീസ് കിട്ടുന്നു. ക്ലാരിറ്റി ഉണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും എഫിഷ്യന്റ് ആയിരിക്കും, ഇഫക്റ്റീവ് ആയിരിക്കും. എഫക്റ്റീവ് ആണ്. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും, നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ആരാ ചോദിക്കുന്നത്?
സാർ എനിക്ക് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ക്ലാസ് സാറിന്റെ കൂടെ വന്നിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായി. സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് സാറ് പറഞ്ഞില്ലേ നമ്മളിപ്പോ ചിന്തിക്കുമ്പോ ഏത് രീതിയിലൂടെ നമ്മൾ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ച ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ബോട്ടിക് ഡിസൈനിങ്ങിൽ ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് അച്ചീവ്മെന്റ് ആണ് ജോബിൽ കയറുക എന്നുള്ളത്. പിന്നെ സെക്കൻഡ് വൺ ഞാൻ വിചാരിച്ചു, സാറ് പറഞ്ഞു നമ്മളിപ്പോ എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തത് എനിക്കിപ്പോ ഏത് കോഴ്സ് അല്ലെങ്കിൽ എനിക്ക് ഏർണിങ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സ്ട്രാ ഒന്നും കൂടി ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ ഞാൻ സെക്കൻഡ് തിങ് ഒരു കോഴ്സ് ജോയിൻ ചെയ്തു. അതിപ്പോ എനിക്ക് 8:30 ഇപ്പൊ ഞാൻ ജോബ് കഴിഞ്ഞ് എത്തുമ്പോൾ ഏകദേശം 7:30 8 മണി ആ സമയത്താണ്. അവിടെയാണ് നമുക്ക് EFTയുടെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കഴിഞ്ഞ് കറക്റ്റ് കഴിഞ്ഞാൽ 8:30 ഞാൻ ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 9:30 വരെ ആ ക്ലാസ് ആണ് എനിക്ക്. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്റെ പേഴ്സണൽ വർക്ക് എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ തിങ്കിങ് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട് സാർ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക് റിസീഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിലൂടെയും ഈ ഓവറോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും നിങ്ങൾ എന്ത് തിങ്കിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. തിങ്ക് ചെയ്യുന്നവരാണ് ഈ ലോകത്തെ മാസ്റ്ററി ചെയ്യുന്നത്, ലോകത്തെല്ലാം നേടിയത്, സമ്പത്തുണ്ടാക്കിയവർ തിങ്ക് ചെയ്യാന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലാനിങ്, തിങ്കിങ്, യൂസിങ് യുവർ ബ്രെയിൻ, ട്രെയിനിങ് യുവർ ബ്രെയിൻ ഇഫക്റ്റീവ്ലി. ഏതൊരു ടാസ്കും നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമാണ്, നിങ്ങളുടെ ബ്രെയിൻ അതിന് വ്യക്തമായ ക്ലാരിറ്റി നിങ്ങൾ കൊടുത്തിട്ടില്ല. ഒരു പ്ലാൻ കൊടുത്തു, ഇതിനെ പറയാം മൈൻഡ് മാപ്പിംഗ് എന്ന് പറയും. ഞാൻ അത് ആദ്യം ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, അത് ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന ആളുടെ സപ്പോർട്ട് വേണം, അതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തു തീർക്കും, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കും, സെക്കൻഡ് സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കും, തേർഡ് സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കും, ഫൈനൽ സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കും. റൈറ്റ് ഡൗൺ ആൻഡ് ഡു ഇറ്റ്. എവറി ടാസ്ക് റൈറ്റ് ഡൗൺ, ഡു ഇറ്റ്, റൈറ്റ് ഡൗൺ, ഡു ഇറ്റ്. സാറിന്റെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇന്നൊരു അത് ഒരൊറ്റ ലൈൻ സാറിന്റെ നന്നായിട്ട് സ്പാർക്ക് ചെയ്യുന്നു, എപ്പോഴും കിട്ടുന്നുണ്ട് ഓരോ ദിവസം. ഇന്നിപ്പം ആ തിങ്കിങ്ങിന്റെ കാര്യം സാർ പറഞ്ഞില്ലേ, ഈ തിങ്ക് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ റിച്ച് ആവുന്നത്. കാരണം അത് നമ്മളുടെ ലൈഫ് സിറ്റുവേഷനിൽ പല സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും അത് നമുക്ക് മനസ്സിലാവും തിങ്ക് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ്. അത് വളരെ എന്താ പറയാ, സാർ പറഞ്ഞ അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. പിന്നെ അതേപോലെ സാർ പറഞ്ഞ റൈറ്റ് തിങ്സ് നമ്മൾ റോങ് ടൈമിൽ ചെയ്താൽ അത് റൈറ്റ് തിങ് ആവില്ല. അത് എനിക്ക് പേഴ്സണലി ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. പക്ഷെ അതേസമയം ഞാൻ വേറെ ജോലികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ എക്സാം പ്രിപ്പറേഷൻ നടക്കുന്നതിന്റെ ഇടയിൽ കൂടി ആ ജോലികളും ഇങ്ങനെ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ എന്റെ ടൈം ഞാൻ അതിലേക്കും കൂടി കൊടുത്തു പോവാണ്. അപ്പൊ ഫോക്കസ് വിട്ടു പോകുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് സാറിന്റെ ഈ ഒരു അഡ്വൈസ് കിട്ടിയത്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ സർ മുന്നേയും അതേപോലെ ക്ലാസ്സുകളിൽ സാർ നമ്മുടെ സക്സസിന് വേണ്ട ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്ന അങ്ങനെ മെഡിറ്റേഷനിലൂടെയും സാറിന്റെ ക്ലാസ്സിലൂടെയൊക്കെ കിട്ടും. എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മളുടെ ഫീൽഡിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും ഹൈയിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും ഒരു എന്തൊക്കെയോ ഒരു മാജിക് എവിടെയൊക്കെയോ സംഭവിച്ച പോലെ തോന്നുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. യെസ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഹിബ എവിടെ സ്ഥലം? ഞാൻ കണ്ണൂരാണ് സർ. എവിടെ വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ഞാൻ ഓൺലൈനായിട്ട് ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് ട്യൂട്ടർ ആണ് സർ. Okay, very good, fantastic. I'm really happy. I'm really excited to have a German tutor. നിങ്ങൾ ജർമ്മൻ ഒക്കെ ഭാഷയൊക്കെ പഠിപ്പിക്കോ? എന്നെയൊക്കെ പഠിപ്പിക്കോ? Can I learn? അതാണ് അപ്പൊ എന്റെ ഒരു ഫീൽഡ് ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ. എന്താ പറയാ, നമ്മളിപ്പോ ഓരോ ഫീൽഡിലും ഓരോ ഹൈ പൊസിഷൻ അല്ലെങ്കിൽ അതിന് റോളിൽ ആൾക്കാരുണ്ടാവും. ഫോർച്ചുനേറ്റ്ലി കുറച്ച് ദിവസം മുന്നേ എനിക്ക് കേരള സ്റ്റേറ്റിന്റെ തന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഒരു ലിങ്ക്ഡനിൽ ഒരു മെസ്സേജ് വന്നു. ഞാൻ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആളൊന്നും അല്ല ലിങ്ക്ഡനിൽ, ജസ്റ്റ് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അങ്ങനെ ഇട്ടു എന്നല്ലാതെ. പക്ഷെ അങ്ങനെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഹൈയിലിരിക്കുന്ന ഒരു സാർ എന്നെ മെസ്സേജ് അയക്കുകയാണ്. സാർ പറയാണ് ഞങ്ങൾ കേരളത്തിലെ ജർമ്മൻ ട്രെയിനേഴ്സിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ഒരു റെക്കഗ്നീഷൻ കൊടുക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ആകെ വണ്ടർ ചെയ്തു, ഇത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, സാറിന് എന്റെ കോണ്ടാക്ട് എവിടുന്നാണ് കിട്ടിയത്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ കയറിയപ്പോ ഞാൻ വിചാരിക്കാം ഇത്രയും ജർമ്മൻ ട്രെയിനേഴ്സ് അപ്പൊ കേരളത്തിലും ഉണ്ടോ, കേരളത്തില് എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള എത്രയോ പേരുണ്ടാവും ആ ഗ്രൂപ്പിൽ. എനിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ 2 years എക്സ്പീരിയൻസേ ഉള്ളൂ, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെ ആ ഗ്രൂപ്പിൽ എത്തിപ്പെട്ടു എന്നൊക്കെ എനിക്ക് വളരെയധികം എന്താ പറയാ, അതൊരു എനിക്ക് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല സർ. Okay, I'm really happy for you. How do you say congratulations in thank you in German? German language എങ്ങനെ പറയാ thank you? Dankeschön.
ഡാങ്കിഷ്. ഡാങ്ക് കൺഗ്രാജുലേഷൻ താങ്ക് യു എങ്ങനെ സോ പറയാ? മച്ച് ആണെങ്കിൽ ഡാങ്കെ ഡാങ്കെ Dange. Okay. Dange. Okay. Very good. Dange for expressing your opinion. Okay. All right. So, how do you say congratulations? Glückwunsch, herzlichen Glückwunsch. Oder സർ അത് നമുക്ക് ബേസിക് മുതൽ പഠിക്കേണ്ടി വരും. Okay. പറഞ്ഞോ. എന്താ കൺഗ്രാജുലേഷൻ എങ്ങനെ പറയാ? ഗ്ലുക്വൻഷ് എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഹെർസ്ലിഷൻ ഗ്ലൂക്കോസ്, ഹാർട്ടി കൺഗ്രാജുലേഷൻ. ഹെർസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്. കുറെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെയാണ്, അപ്പൊ കുറച്ചൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോ എന്റെ അവസ്ഥ ഇപ്പൊ വെച്ചാൽ എല്ലാം മനസ്സിലായ പോലെ ഇരിക്കാം എന്നുള്ളൊരവസ്ഥയിലാണ്. Anyway, all right. Thank you so much for sharing your experience. I'm really happy for you. ഇന്നത്തെ ഫീഡ്ബാക്ക് തന്നെ. ഇന്ന് നമ്മളുടെ 18-ാം തീയതിയാണ്. ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിലും കഴിഞ്ഞ 4 ദിവസമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും ലൈക്ക് ഡിഫറെന്റ് ലെവലിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് കുറെ കൊണ്ടുവന്നു അല്ലേ. എന്നാൽ ഇന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നാൽ ഇതിനെ ഈ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു ട്രാക്കിൽ നമ്മൾ പിൻവലിക്കുന്ന മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ്. ഈ ട്രോമാസിനെ നമുക്ക് എന്ത് ചെയ്ത് ഹീൽ ചെയ്തേ പറ്റും. അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലേക്ക് ഹീൽ ചെയ്തിട്ട് ലൈഫ് തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം ഇന്ന് നടക്കുകയാണ്, ഇന്ന് ആരംഭിക്കുകയാണ്. വൈകുന്നേരം 7:30 ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും 7:30 മുതൽ 9:30 വരെ പ്രോഗ്രാം ഉണ്ടാവും. 10 days ഓൺലൈൻ ട്രെയിനിങ് ഉണ്ടാവും. ഞാനാണ് നിങ്ങൾക്ക് കോച്ചിങ് നൽകുന്നത്. ഇതിൽ EFT എന്ന് പറയുന്ന തെറാപ്പി നിങ്ങളെ പരിചയപ്പെടുത്തും. എന്താണ് ട്രോമ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, ലൈഫിൽ എന്ത് സംഭവിച്ചു, എവിടെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കും, നിങ്ങളുടെ ഈ പാറ്റേൺ കുറെ പറഞ്ഞില്ലേ, ഈ പലപ്പോഴും ഈ പാറ്റേൺ ഉണ്ടാവാനുള്ള കാരണമായിട്ടുള്ള കുറെ ട്രോമാസ് ഉണ്ട്. ആ ട്രോമാസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഹീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഇൻഡെപ്ത് നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. EFT റിലേഷൻഷിപ്പ് മാർക്കറ്റ് പ്രോഗ്രാമിൽ വന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാം, റിലേഷൻഷിപ്പ് മാസ്റ്ററി പ്രോഗ്രാമിൽ വന്ന ആൾക്കാർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ബിക്കോസ് ദിസ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇത് ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ EFT ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. 10 ദിവസത്തെ ഈ കോച്ചിങ്ങിന് പുറമേ ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഇൻഡെപ്തിൽ നമ്മൾ ഡീപ്പായിട്ട് ഹീലിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രോമാസിനെ കഴുകി കളയുന്ന കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് നല്ല സ്കില്ലുണ്ട്, നമുക്ക് നല്ല ആഗ്രഹങ്ങൾ, നമുക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താ വെച്ചാൽ ഒളിഞ്ഞു കിടക്കണം ഇവിടെ. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്കിനോ ഒരു ലൈറ്റ്, ഓക്കെ, ഒരു ലൈക്കിനോ വെളിച്ചം ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓർമ്മയുണ്ടോ? ലൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വെള്ള കളറിലുള്ള ലൈറ്റാണ്. ഓക്കെ, പക്ഷെ വൈറ്റ് ലാമ്പാണ് ഇത്. പക്ഷെ ഇതിന്റെ മുകളിൽ നമ്മൾ റെഡ് കളർ കൊടുത്തു, ഒരു കവറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെളിച്ചം എങ്ങനെയായിരിക്കും, റെഡ് കളറായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഡയമണ്ട് ആണ്, നമ്മൾ നല്ല പ്രകാശമുള്ള, നല്ല കഴിവുള്ള, നല്ല ആളാണ്. പക്ഷെ ഇതിന്റെ മുകളിൽ നിറയെ ചളി പെട്ടി കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതാണ് ട്രോമാസ്. നമുക്കുള്ള പെയിന്, ബുദ്ധിമുട്ട്, കാര്യങ്ങൾ, സംഗതികൾ. ആ സംഗതികളവിടെ കിടന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് വരില്ല. അത് റോങ് ആയിട്ട്, നെഗറ്റീവായിട്ട് പുറത്ത് വരിക. ജേക്ക് പോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജേക്ക് പോൾ, മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരുടെ ലൈക്കിന് ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ജേക്ക് പോൾ എന്ന് പറയുന്ന പയ്യൻ ചെറുപ്പം മുതൽ എന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്. ജേക്ക് പോൾ ആൻഡ് ലോഗൻ പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ മുമ്പേ അവരെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ലോകത്ത് നമ്പർ 1 യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരൊക്കെയാണ് അവർ. സോ പക്ഷേ ഈ പയ്യൻ എപ്പോഴും എന്താ വെച്ചാൽ ഭയങ്കര പ്രോബ്ലം ചൈൽഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രോബ്ലം ചൈൽഡ് എന്ന് അറിയപ്പെട്ടതെന്ന് വെച്ചാൽ ഭയങ്കര കുറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിന്റെ കാരണം എന്താണ്? പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ട്രോമകളാണ്. പുള്ളിയുടെ ഫാദർ ഭയങ്കരമായിട്ട് ചെറുപ്പത്തിൽ പുള്ളിയെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നന്നായിട്ട് ബീറ്റ് ചെയ്യായിരുന്നു, അബ്യൂസ് ചെയ്യായിരുന്നു, ഫിസിക്കലി നന്നായിട്ട് ടോർച്ചർ ചെയ്യായിരുന്നു. അപ്പൊ ആ ഒരു സംഗതി ജേക്ക് പോളിന്റെ ലൈഫിന്, ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായി. അയാളുടെ ലൈഫിൽ അയാൾക്ക് ഉണ്ടാക്കിയ പൈസ ഒരുപാട് അയാൾ നഷ്ടപ്പെട്ടു, പല പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ അദ്ദേഹം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു 2018 ശേഷം പുള്ളി എന്ത് ചെയ്തു, ബോക്സിങ്ങിലേക്ക് തിരിഞ്ഞു. അങ്ങനെ പോർട്ടോറിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ട് പുള്ളി ഒരുപാട് മെഡിറ്റേഷൻസും ഹീലിംഗ് മെഡാലിറ്റീസും തെറാപ്പീസുകളിലൂടെ ഒക്കെ ഹീലിംഗ് സെറിമണീസിലൂടെ ഒക്കെ കടന്നു പോയിട്ട് എന്ന് വെച്ചാൽ ട്രോമാസ് ഹീൽ ചെയ്തതിനു ശേഷം അയാൾക്കൊരു പർപ്പസ് കിട്ടി. ആ പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ ശക്തമായിട്ട് ബോക്സേഴ്സിന് പേയ്മെന്റ് കുറവാണ്, അല്ലെങ്കിൽ മിക്സ്ഡ് ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ബോക്സിംഗ് ചെയ്യുന്ന ബോക്സേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലോകത്ത് കൊടുക്കുന്ന പേയ്മെന്റ് കുറവാണ്, സ്ത്രീകൾക്ക് ബോക്സിംഗിൽ അവസരങ്ങൾ കുറവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന, അതേപോലെ തന്നെ ബോക്സേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അത്ലറ്റ്സിന് ഏറ്റവും നല്ല പേയ്മെന്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വ്യക്തി കൂടി എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് റീബ്രാൻഡ് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഇൻഡസ്ട്രിയെ ഇളക്കി മറിച്ചു. ശരിക്കും പറഞ്ഞാൽ ബോക്സിംഗ് ഇൻഡസ്ട്രി ശരിക്കും
അതിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ട് ആൾക്കാരും കാണാതെ MMA എന്ന് പറയുന്ന ഫൈറ്റിലേക്ക് കംപ്ലീറ്റ്ലി ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയി തിരിഞ്ഞു പോയിരുന്ന ഒരു സംഗതിനെ തിരിച്ചു കൊണ്ടുവന്ന് ലോകത്തെ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്ട്രീമിംഗ് പരിപാടി നടത്തി, പ്രൊമോഷൻ നടത്തി, ഹ്യൂജ് ലെവലിൽ ഈ പറഞ്ഞിരിക്കുന്ന ബോക്സിംഗ് ആൾക്കാർ കാണാൻ വേണ്ടി ഒരു താല്പര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ തിരിച്ചു പിടിച്ചു. സെയിം കാര്യം, ബട്ട് നോട്ട് ഫ്രം ഇൻസെക്യൂരിറ്റി, ഫ്രം കറേജ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ് ആൻഡ് കമ്പാഷൻ. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അതുവരെ അദ്ദേഹം പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. അതിനെ പുള്ളി എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ പെയിൻ എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ. നിങ്ങളൊക്കെ പല രീതിയിലൂടെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും. നല്ലൊരു പർപ്പസോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോച്ചായി എന്നറിയോ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹീലറായി എന്നറിയോ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ട്രോമയാണ്. ഇറ്റ്സ് ഓൾ മൈ പെയിൻ. സോ വട്ട് എവർ ദാറ്റ് യു ഹാവ് ഗോൺ ത്രൂ, there is a diamond out there. In whatever the pain that you have gone through, ആ പെയിനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതിനെന്താ വേണ്ടത്? ഹീലിംഗ് നടക്കണം. നമ്മൾ ഹീൽ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബിക്കം. നമ്മൾ വേറൊരാളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നെഗറ്റിവിറ്റിയും ടോർച്ചറും പെയിനും കാര്യങ്ങളോട് കടന്നു പോകുന്ന നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ഫ്രം സീറോ വി ക്യാൻ ബിക്കം എ ഹീറോ, ഫ്രം വില്ലൻ വി ക്യാൻ ഹീറോ. അപ്പോൾ നിങ്ങളിപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും, വേദനിപ്പിക്കപ്പെടുന്നുണ്ടാവും, കുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവും, പ്രയാസം അനുഭവപ്പെടുന്നുണ്ടാവും. ഇതിൽ നിന്ന് തിരിച്ചു പിടിക്കണം. നിങ്ങൾക്ക് എനർജി മെഡിസിൻ വേണം. ആ എനർജി മെഡിസിൻ നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ എനർജി സോളിനെ ഹീൽ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന, ഹീൽ ചെയ്യുന്ന പ്രോഗ്രാമാണ്, ഹീലിംഗ് പ്രോഗ്രാമാണ്, ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങളും പെയിൻ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ അൺസ്റ്റക്ക് യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലൊരു ജയന്റ് അൺലീഷ് ചെയ്യപ്പെടാൻ കിടക്കുന്നുണ്ട്, അൺലീഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവൈക്കൻ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. നിങ്ങൾക്കൊന്ന് റീബോൺ ചെയ്യാൻ പറ്റും, റീബർത്ത് സംഭവിക്കും. യു ക്യാൻ റീക്രിയേറ്റ് യുവർ സെൽഫ്, റീപ്രോഗ്രാം യുവർ മൈൻഡ്. അതിനെല്ലാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാരണം അർഷദിനൊക്കെ സംഭവിച്ചത് അതാണ്. അർഷദ് EFT പ്രോഗ്രാമിലേക്ക് വന്ന് ഇമ്മീഡിയറ്റ്ലി എന്താ വെച്ചാൽ ഷിഫ്റ്റായി. കാരണം ഹീലിംഗ് നടന്നു. അർഷദൊക്കെ കിടന്ന് കരയായിരുന്നു. ആ കരച്ചിൽ പിന്നെന്തായി? ചിരിയായി മാറി, സന്തോഷമായി മാറി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരോട് പറയാണ്, സ്റ്റേ എക്സൈറ്റഡ്. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ യു. ടുഡേ ഈസ് ദ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 7:30 നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അർഷദ് എന്താ പറയാനുള്ളത്? അർഷദിന്റെ എക്സ്പീരിയൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അർഷദ് ഇവിടെ ഉണ്ടോ? ഓക്കെ, അർഷദ് ലെഫ്റ്റായി തോന്നുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള, ഓൾറെഡി പങ്കെടുത്തുള്ള വേറെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എല്ലാ ദിവസവും പറയാറുണ്ട്. നമ്മുടെ പറഞ്ഞോളൂ സാർ. എനിക്ക് ഇന്നലെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ഇന്നലത്തെ ഹീലിംഗ് സെക്ഷനിൽ. താങ്ക്സ് ടു വെബിന മാം. എനിക്ക് എന്റെ മെയിൻ ആയിട്ടുള്ള ബ്ലോക്ക് എന്താണെന്നുള്ളത് ഇന്നലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഞാൻ എന്റെ ഫെയിലിയേഴ്സിന്റെ മെയിൻ പ്രധാന എവിടുന്നുള്ളത് ഇന്നലെ ഭയങ്കരമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. എനിക്ക് EFTയിലൂടെ പ്രത്യേകിച്ച് ഷാഫി സാറിന്റെ അക്കാദമിയിൽ എല്ലാവരോടും എനിക്ക് താങ്ക്സ് പറയുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇന്നലെ മുതൽ ഞാൻ എന്റെ ദേഷ്യമുള്ള, ഞാൻ ഫെയിലിയർ ആവാൻ എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടിയ ഫെയിലിംഗ് അവിടുന്നായിരുന്നു. എനിക്ക് ഇന്നലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, അതിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ പറ്റി ഫെമിന മാമിനോട്. അതൊക്കെ താങ്ക്സ് മാമിനോടാണ്. എന്നെ നല്ല ഹെൽപ്പ് ചെയ്തു ഇന്നലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇനി അതിലൂടെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്ത് ഓരോ ദിവസം ക്ലിയർ ആക്കാൻ മാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയിൻ ബ്ലോക്ക് അവിടെയാണ് കിടക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. എത്ര ദിവസം ഞാൻ ഓരോരോ കഴിഞ്ഞു പോയ ട്രോമാസുകൾ എടുത്തിട്ടാണ് ഹീൽ ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നുള്ള എനിക്ക് കിട്ടിയിരുന്നില്ല. അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ക്ലിയർ ആക്കി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. കാരണം എനിക്ക് അവിടെയാണ് പ്രോബ്ലം ഉള്ളത്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന, കറന്റ്ലി പോയോണ്ട് നിൽക്കുന്ന പ്രശ്നങ്ങളോ അതിന്റെ ഒരു മുന്നോടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ വാട്ട് എവർ എന്തെന്നെ വന്നു കഴിഞ്ഞാലും ഇനി നമ്മള് കേൾക്കൂല. നിങ്ങളിപ്പോ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതായത് നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ഒരു കാരണമുണ്ട്. സ്കൂളിൽ പോയപ്പോ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഹോംവർക്ക് ചെയ്യാത്തതിന് പെയിൻഫുൾ ആയിട്ട് അടി കിട്ടിയിട്ടുണ്ടോ? വഴക്ക് കിട്ടിയിട്ടുണ്ടോ? കുറ്റപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ടോ? ഈ പാറ്റേൺ, ഈ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊക്കെ, പക്ഷെ നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നില്ല. എന്താ കാര്യം? ആ പാറ്റേൺ നിങ്ങളുടെ ട്രോമയായിട്ട് കണക്റ്റഡ് ആണ്. സോ നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതോടുകൂടി ഈ ട്രോമാസ് ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ബാക്ക് ടു റൂട്ടിലേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ അർഷദിന് കിട്ടിയെന്ന് പറഞ്ഞില്ല. അർഷദ് എന്ന് വെച്ചാൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അർഷദ് ഇന്നലെ കണ്ടെത്തി. പ്രധാനപ്പെട്ട ഇൻസിഡന്റ്. ആ പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ആണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള
പെരുമാറ്റത്തിന് കാരണമായിരിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള പുള്ളിയുടെ ഒരു പെരുമാറ്റത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഇതാണ് ഡിസ്കവറി. ദിസ് ഈസ് കോൾഡ് സെൽഫ് ഡിസ്കവറി. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഹ്യൂജ് ലെവൽ ട്രാൻസ്ഫോർമേഷനാണ്. സോ ദാറ്റ് ഈസ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന പ്രോഗ്രാം അതാണ്. ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ എന്താ വെച്ചാൽ നടത്താൻ പോകുന്ന പ്രോഗ്രാം അതാണ്. പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക. കാരണം അത് കംപ്ലീറ്റ്ലി ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകും. അതേപോലെ സജീറ അല്ലേ, സജീറ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ്, EFT ചെയ്തിട്ടുള്ള ഒരാളാണ്. എങ്ങനെയുണ്ട് സജീറ? സജീറിന്റെ ഒരു ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്താ പറയാനുള്ളത്? ബിഫോർ എന്താ? എനിക്ക് ഫോർഗീവിന്റെ കുറവ് നല്ല ഉണ്ടായിരുന്നു. അത് എനിക്ക് മനസ്സിലാക്കി തന്നു. ഓക്കെ, ഫോർഗീവ്നെസിന്റെ കുറവുണ്ടായിരുന്നു. അവിടെയാണ് ഞാന് തിരുത്തേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് ഇപ്പൊ മനസ്സിലായി. അപ്പൊ എനിക്ക് സക്സസിന്റെ ഏറ്റവും വലിയ കാരണം കിടക്കുന്നത് ഫോർഗീവ്മെല്ലാണ്. കാരണം ഇന്ന ഒരാള് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടേ നടക്കും. അപ്പൊ എനിക്ക് അവരെ ഫോർഗീവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇന്നെ എല്ലായിടത്തും അവര് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നുള്ള ഒരു തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതിൽ നിന്ന് എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞത് ഈ EFT ആണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എനിക്ക്. ഓക്കെ, വെരി ഗുഡ്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ലൈഫിന്റെ ഇപ്പോഴത്തെ ലൈഫ് കണക്റ്റഡ് ആയിരിക്കുന്നത് നമ്മുടെ EFTയിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. 4 രീതിയിൽ നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമയം, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ട്രോമ റെസ്പോൺസ് എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ആവും. നിങ്ങൾ ചെറുപ്പത്തിൽ വേദന അനുഭവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ ഫൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫ്ലൈറ്റ്, അതല്ലെങ്കിൽ ഫ്രീസ്, അതല്ലെങ്കിൽ ഫോൺ. ഈ 4 രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചു. ഇതെന്താന്നുള്ള കോഴ്സിൽ ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രതികരണ രീതിയിൽ നിന്ന് നിങ്ങൾക്കൊരു ക്യാരക്ടർ ഡെവലപ്പ് ആയിട്ടുണ്ട്, ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിട്ടുണ്ട്, ഒരു ബിഹേവിയർ ഡെവലപ്പ് ആയിട്ടുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബിലീഫ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ലൈഫിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും സിമിലർ സ്ട്രെസ് വരുമ്പോൾ ആ പഴയ മുറിവ് ഹീൽ ചെയ്യാതെ അവിടെ കിടക്കുന്നത് കൊണ്ട് ആ സെയിം പഴയ പാറ്റേൺ, ഒന്നുകിൽ ഫൈറ്റ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ്, അതല്ലെങ്കിൽ ഫോൺ, അതല്ലെങ്കിൽ ഫ്രീസ് എന്ന് പറയുന്ന അതേ റെസ്പോൺസ് ഇപ്പോഴും വരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ മൊമെന്റ് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ യു ആർ സ്ട്രഗിളിങ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്താ വെച്ചാൽ പല അവസരങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നല്ല ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എന്താ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സിംപ്ലി നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ആ ഒരു ടാസ്കിനെ സ്ട്രെസ്ഫുൾ ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. സ്ട്രെസ്ഫുൾ ആയിട്ട് കാണാനുള്ള കാര്യം എന്താണ്? സിമിലർലി ലൈഫിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ട് പുതിയ ടാസ്കുകൾ വരുമ്പോൾ, പുതിയ ചലഞ്ചസ് വരുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ അതിൽ ചെറിയൊരു സ്ട്രെസ് കാണുമ്പോഴേക്കും നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഹീൽ ചെയ്യപ്പെടാത്ത ബോഡി അതുകൊണ്ട് റിയാക്ട് ചെയ്യണം, ഒളിച്ചോടാൻ വേണ്ടിയിട്ട്. മനസ്സിലാവണ്ട? ചില ആൾക്കാർ വർക്കാഹോളിക്കാണ്, ഓവറായിട്ട് വർക്കിലേക്ക് പോകുന്നു, അതും ഒരു ഒളിച്ചോട്ടമാണ്. ബന്ധങ്ങളിൽ അവർ വീക്കായിരിക്കും. വർക്കിൽ ഉഷാറായ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബന്ധങ്ങളിൽ ഭയങ്കര വീക്കായിരിക്കും. ബന്ധങ്ങളിൽ നല്ല ഉഷാറായ ആൾക്കാർ വർക്കിൽ വളരെ വീക്കായിരിക്കും. ഇത് ബാലൻസ്ഡ് ആകാൻ വേണ്ടി, ബാലൻസ്ഡ് ആവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ തിരിച്ചു വരണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോളൂ, ഇതിനൊക്കെ ഞാൻ ഉത്തരം നൽകാം. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ സാറേ. ഞാൻ പിന്നെ EFT പങ്കെടുത്തായിരുന്നു കൊച്ചിയില്. ഞാൻ EFT കഴിഞ്ഞപ്പം നമ്മുടെ ചിന്തകൾക്കൊക്കെ മാറ്റം വന്നേ. ഇപ്പൊ സാധാരണ നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ളവര് എപ്പോഴും ചോദിക്കും എന്താ കൂടുതൽ സംസാരിക്കാത്തെന്ന് ചോദിക്കും. എനിക്കങ്ങനെ സംസാരിക്കാൻ ലോക്കലായിട്ടുള്ള സംസാരമൊന്നും വരുന്നില്ല. നമ്മൾ അവര് കാണുന്ന രീതി കാണുന്നില്ല. നമ്മളെപ്പോഴും ചിന്തയില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു, അതിന് സൊല്യൂഷൻ കാണുന്നു, ആ ഒരു രീതി. അപ്പം ഇവരുമായിട്ടൊന്ന് ഒരു മിങ്കിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എന്ത് ചെയ്യണം സാർ? ഓക്കെ, ബാലൻസിലേക്ക് വരണം, അത്രേ ഉള്ളൂ. നിങ്ങളെന്ന് വെച്ചാൽ ചിന്തകൾ മാത്രമായിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സംഗതി കിട്ടിയ, നിധി കിട്ടിയ സന്തോഷത്തിലാണ് നിങ്ങളുള്ളത്. ഓക്കെ, ആ നിധി കിട്ടിയ സന്തോഷത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങൾ മറന്നു. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആയി വന്നു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. പക്ഷെ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവെയർ ആവുക. നമ്മളെപ്പോഴും എല്ലാത്തിനെ കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, ഞാൻ അവെയർ ആവണം. എഴുത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. അതായത് ഇസ്മായിൽക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഫാമിലി എന്നോട് കൂടുതൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അവരോട് ഇടപഴകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഒരു പ്ലാൻ. ഞാൻ പിന്നെ കാര്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കും. അനാവശ്യമായ ചിലപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലുണ്ടല്ലോ. നമ്മുടെ വിഷയങ്ങളല്ലാത്ത മറ്റ് വിഷയങ്ങളിൽ അവർ കൈകടത്തും, അതിനെപ്പറ്റി ചർച്ച വെക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഫോക്കസിങ് നമുക്ക് നഷ്ടപ്പെടും.
അപ്പൊ പിന്നെ നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ. അതൊരു ബാലൻസിങ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാതെ അവരെ ബോധ്യപ്പെടുത്തി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുക, അതൊരു സൈഡിൽ നടക്കട്ടെ, പക്ഷെ സൗഹാർദ്ദപരമായിട്ട്, രസകരമായിട്ട് അതിലൊരു രസം കണ്ടെത്തട്ടെ. ഇടയ്ക്ക് ചെറിയ തമാശകളൊക്കെ ആവാം. തീരെ നമ്മൾ സംസാരിക്കാതെ കംപ്ലീറ്റ്ലി ഞാൻ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകരുത്, ഹൈപ്പർ പെർഫെക്ഷനിലേക്ക് പോകരുത്, ഹൈപ്പർ സംഗതിയിലേക്ക് വരിക. ലൈഫിനെ കുറച്ച് രസമായിട്ടും കാണുക, പക്ഷെ അതായത് നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല, അവര് സംസാരിക്കുന്ന ഓവർ നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പക്ഷെ രസങ്ങളിൽ പങ്കെടുക്കുക, തമാശകളിലും രസങ്ങളിലും എൻജോയ് ചെയ്യുക, അതും വേണം. അപ്പൊ അതിനെ കുറച്ച് സില്ലി ആവാം, ഓവർ സീരിയസ് ആവരുത്, ഹൈപ്പർ സീരിയസ് ആവരുത്, മനസ്സിലാവുണ്ടോ? ഹൈപ്പർ സീരിയസ്, ഓവർ സീരിയസ് ആവരുത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ, അമിതമായി അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാല് നമുക്കെന്തോ ഒരു മടുപ്പ് വരും മൊത്തത്തിൽ. ഇവരാരും ശരിയില്ല എന്ന തോന്നലൊക്കെ വരാൻ തുടങ്ങും. എല്ലാവരും നല്ലവരാണ് എന്നുള്ള EFT നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എല്ലാവരും നല്ലവരാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ അവരുടെ കുറച്ച് നേരം തമാശയിൽ ആസ്വദിച്ച് സംസാരിച്ചു, ഇറ്റ്സ് ഓക്കെ. കുറെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വലിയ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് പോലല്ല. പുരുഷന്മാർ പൊതുവെ എന്താ വെച്ചാല് സ്ട്രക്ചേർഡ് ആണെന്ന് പറയാം. സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഫെമിനൻ എനർജി എന്ന് പറയും. നിങ്ങൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി പങ്കെടുത്താൽ മതി. സ്മൈൽ ഗാ, നിങ്ങൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പുരുഷന്മാർ എന്താ വെച്ചാൽ സ്ട്രക്ചേർഡ് തിങ്കിങ് ആണ്. സ്ട്രക്ചേർഡ് തിങ്കിങ് വരുമ്പോൾ നമുക്ക് അതിനൊരു വർക്ക് ബുക്ക് തന്നെ ഉണ്ട്. അത് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ എന്തായാലും റിലേഷൻഷിപ്പ് മാസ്റ്ററി ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കും കേട്ടോ. പിന്നെ ഇന്നൊരു 8:30 ഒരു സെഷൻ ഉണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സെഷൻ ഉണ്ട്. പ്രോഗ്രാമിന്റെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യാം. കുട്ടികൾക്ക് മോട്ടിവേഷൻ ഉണ്ടോ? ഫോൺ അഡിക്ഷൻ സൊല്യൂഷൻ, ജബ്ബാർ സാർ. ഓക്കെ, ഒന്നുമില്ല, ഫോൺ 2 ദിവസം എടുത്ത് മാറ്റി വെച്ചാൽ മതി. അവരൊന്നും ചെയ്യൂല. ഓക്കെ, 2 ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ കുറേ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, നിങ്ങൾ വേറെ ഏത് രീതിയിലേക്ക് തിരിച്ചുവിടുക, വേറെ ടാസ്കുകൾ കൊടുക്കുക. കുട്ടികളെ ഡീൽ ചെയ്യേണ്ട രീതി എന്താ വെച്ചാൽ അവർക്ക് വേറെ ടാസ്ക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പിന്നാലെ പോകും. ഫോൺ നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന പരിപാടിയാണ്. അത് നമ്മുടെ എളുപ്പത്തിനാണ് നമ്മൾ കൊടുത്തത്, അത് ശീലിപ്പിക്കുന്നത്. അതിന് പകരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേറെ ടാസ്ക് ഇരുന്ന് ഡിസൈൻ ചെയ്യുക. കുട്ടികൾക്ക് എന്ത് ടാസ്ക് ചെയ്യാൻ പറ്റും? ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പഠിച്ചില്ലേ? ഇരുന്ന് ആലോചിച്ച് ചിന്തിക്കുക, ഇരുന്ന് എഴുത്, യൂസ് യുവർ ബ്രെയിൻ, ഇരുന്ന് പണിയെടുക്കുക. എന്നിട്ട് എന്ത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റുന്ന വീട്ടിലെ ചില ടാസ്കുകൾ, അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ഇരുന്ന് ആലോചിക്കുക. എന്നിട്ട് യൂട്യൂബിൽ കയറിയിട്ട് തപ്പ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടാസ്കുകൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ, അങ്ങനെ സംഗതികൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിസർച്ച് ചെയ്യുക. അപ്പോൾ അത് കണ്ടെത്താൻ പറ്റും. അത് വെച്ചിട്ട് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഫോണൊന്ന് മാറും, നമുക്കൊരു പണി ചെയ്യാനുണ്ടെന്ന് പറയാം. പിന്നെ കുട്ടികളുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, TV കാണുക, സിനിമ കാണുക. അവരുടെ കൂടെ അവർക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും എന്നറിയാം. ദേ വിൽ ലവ് ഇറ്റ്. അവരുടെ പപ്പ അല്ലെങ്കിൽ അവരുടെ മമ്മക്ക് അവരുടെ കൂടെ കളിക്കാന്ന് പറയാം. നമ്മളെപ്പോഴും ഒരു സീരിയസ് ഫിഗർ ആയിട്ട് ഞാൻ എന്തോ തന്തയാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ട്? സോ ബി ദ കിഡ് ആൻഡ് എൻജോയ്, ബി വിത്ത് ദം, ലവ് ദം, എൻജോയ് ദം ആൻഡ് റിലാക്സ്. ഡാനിഷ് 1 മിനിറ്റ്, ഡാനിഷ് എന്താണ് ചോദിച്ചോളൂ. 21 days പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ഡേയ്സിന്റെ പ്രത്യേകത എന്താ? നമ്മളൊരു കാര്യം നിങ്ങളുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് രൂപപ്പെടും. അത് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആയുർവേദിക് അതേപോലെ അക്യുപഞ്ചർ 21 ഡേയ്സ് 7, 14, 21 അങ്ങനെ പറഞ്ഞിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡേയ്സ്. അപ്പൊ അതിന്റെ പ്രത്യേകത അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. ഓക്കെ, അത് നല്ല രീതിയിലേക്ക് ചെയ്താൽ മതി. ഡാനിഷ് എന്താ മാറ്റം ഉണ്ടോ ആകുന്നത് വരെ ഒരു ഡിഫൈൻ ആണ് പ്രോബ്ലം. എനിക്ക് മനസ്സിലാകുന്നില്ല. ഡാനിഷ് എന്താ ചോദ്യം ചോദിച്ചിട്ടുണ്ട്? ഇതിൽ പ്രത്യേകിച്ചൊന്നും മാറ്റം ആയിട്ടില്ല ബ്രോ, ഒന്നും ആയിട്ടില്ല. എനിക്ക് ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് ഡാനിഷ്? എനിക്ക് വ്യക്തമാവുന്നില്ല ഡാനിഷിന്റെ ക്വസ്റ്റ്യൻ. ഡാനിഷ് എന്തോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എനിവേ ഡാനിഷിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
അപ്പോൾ നാളെ 8:30 സെഷൻ ഉണ്ട്. പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്കുള്ള സെഷനാണ്. അതൊരു കൗൺസിലിംഗ് സെഷനാണ്, ഗ്രൂപ്പ് കൗൺസിലിംഗ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, 18-ാം തീയതി ഇന്ന് പ്രോഗ്രാം നടക്കുന്നുണ്ട്. കം ടു ദ പ്രോഗ്രാം. ഒരു പേഴ്സണൽ കോച്ചിനെ നിങ്ങൾക്ക് വെച്ച് തരും, ഒരു മെൻറ്റർ വെച്ച് തരും. അയാൾ 30 ഡേയ്സ് നിങ്ങൾ ഹീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടും അൺലിമിറ്റഡ് ആയിട്ട് നമ്മളെ ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാകും. നിങ്ങൾ വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ സേഫ്. നിങ്ങളുടെ 3000-ഓളം ട്രോമാസ് നമുക്കുണ്ട്, അത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 45,000 ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിട്ടുണ്ട്, അതിപ്പോൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വൺസ് യു ഡു ദാറ്റ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. എന്നിട്ട് നമ്മുടെ കൂടെ കറക്റ്റായിട്ട് സ്റ്റേ നിന്ന, നോ ഡൗട്ട് നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിന് വേണ്ട കോച്ചിങ് കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കം ടു ദ പ്രോഗ്രാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ പങ്കെടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളോ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ പാരൻസിനോ ആർക്കും മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. ഡാനിഷ് പറഞ്ഞോളൂ. ഹലോ സാറ്, ഞാൻ ഇതിൽ 2-3 വട്ടമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോയൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. നിങ്ങളാണ് എനിക്ക് ഇത് വിട്ട് തന്നത് കുറച്ച് മുമ്പ്. ഒത്തിരി ദിവസം മുന്നേ ഞങ്ങളോട് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങള് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു. ഒന്നാമത് ഈ എനർജീന്റെ ഒരു പ്രോബ്ലംസ് ഉണ്ട് രാവിലെ ആയതുകൊണ്ട്. ചിലപ്പോ സുബഹി നിസ്കരിച്ച് ഇങ്ങനെ പിന്നെ അങ്ങനെ ഒരു ഇതാണ് ചുറ്റുപാട്. എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെ കച്ചവട പരിപാടി, നാട്ടിലിങ്ങനെ ഫ്രൂട്ട്സ് കച്ചവടം, അങ്ങനെ വേറെ ഓരോ ചുറ്റുപാടൊക്കെ കച്ചവട പരിപാടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിലൊന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മാറണം 100% ഓഫ് കോഴ്സ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നു. ഭയങ്കര ദേഷ്യക്കാരനാണ് ഞാൻ. അതാണ് ഞാൻ വേറെ ആളുണ്ടായിരുന്നു ദേഷ്യക്കാരൻ. ആ ദേഷ്യക്കാരൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. പേരും ദേഷ്യക്കാരൻ ആരാണ്? ആര് എന്ത് പറഞ്ഞു? എനിക്ക് ഭയങ്കര ദേഷ്യക്കാരിയാണ്. പ്രോബ്ലം ചൈൽഡ് എന്ന് അതിനെ പറയാം. നേരത്തെ പറഞ്ഞ സാധനം അല്ലേ? നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ദേഷ്യമാണ് അല്ലേ പലർക്കും. ഈ ദേഷ്യമൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അർഷാദ്. മാറ്റാൻ പറ്റുമോ സംശയമാണ്. അല്ല, ആ സംശയം നമുക്ക് അർഷദ് പറഞ്ഞു തരും. അർഷദ് പറ. അർഷദിന് ദേഷ്യം ഉണ്ടായിരുന്നോ? ഓ ഉണ്ടായിരുന്നോന്നാ, വീട്ടിലായിരുന്നു കൂടുതൽ. ഇപ്പോ വളരെ കാം ആൻഡ് ക്വയറ്റ്. ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കും, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കും. കൂടുതലൊന്നുമില്ല, ഒക്കെ കൺട്രോൾഡ് ആണ്. എന്നോട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സാധാരണ പൊട്ടിത്തെറിക്കും ചിലപ്പോ ഉമ്മാനെ ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഒന്നുമില്ല, ഭയങ്കര കൂളാണ്. സാധാരണ പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിലൊക്കെ, പ്രത്യേകിച്ച് എന്തേലും രാത്രി ആയി കഴിഞ്ഞ് ചിലപ്പോ എന്തേലൊക്കെ പറഞ്ഞ് ആകെ വിഷയമായി, ഉമ്മാക്ക് വെയ്യാണ്ടായി, തല ഇറങ്ങി, അങ്ങനെ. ഇപ്പൊ ഒന്നുമില്ല. ഒരു ഏകദേശം ഇപ്പൊ ഒരു 1 month അടുത്താവുന്നു. EFT കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കൂളാണ്, ദേഷ്യപ്പെടലില്ല. ചെറിയ ചെറിയ എന്തേലൊക്കെ വീടല്ലേ, ചെറിയ ചെറിയ ഉമ്മയുടെ ദേഷ്യങ്ങൾ പ്രകടനം. അപ്പൊ നമ്മള് കാമായിട്ട് നിന്നാ മതി. ഈ കാമായിട്ട് നിന്നാ മതി എന്ന് പറയണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ആയത്? കാമായിട്ട് നിന്നാ മതി അല്ലേ നമ്മളെല്ലാവരോടും പറയാം അല്ലേ? അല്ലെ ആര്യ? അല്ലെ ഡാനിഷ്? കഴിയൂല. എന്താ കഴിയാത്തത്? നമ്മളെ ഉള്ളില് കുറെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അനുഭവിച്ച ചീത്ത പറയലുകള്, കളിയാക്കലുകള്, അതേപോലെ നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ. അപ്പൊ വീട്ടിൽ വരുമ്പോഴും കുറ്റപ്പെടുത്തുന്ന കാണുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക് റിയാക്ട് ആയിരുന്നത്. അപ്പൊ ആ കുറ്റപ്പെടുത്തിയത് നമ്മൾ എന്ത് ചെയ്ത് ഇതൊക്കെ ഹീൽ ചെയ്ത് കളഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറ്റങ്ങൾ പറയുന്നത് കേൾക്കാണ്ടായി. കാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നാളെ കുറച്ചൊരു 5 മിനിറ്റ് ഇരുന്നിട്ട് ആ കുറ്റപ്പെടുത്തിയതിനെ ആലോചിച്ചിട്ട് ഹീൽ ചെയ്ത് കളയാന്നുള്ള ഒരു പ്രാക്ടീസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റി. EFT ആണ് ഹെൽപ്ഫുൾ ആയത്. അതായത് ഞാൻ പറഞ്ഞുതരാം. അറിയാം, നമ്മുടെ ഉള്ളിൽ നിങ്ങളുടെ ആര്യയുടെ ഇവിടെ നെറ്റിയിൽ ഒരു മുറിവുണ്ടെന്ന് വെച്ചോ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു മുറിവുണ്ട്, നല്ല പഴുത്ത് പാകമായിട്ടുള്ള നല്ല മുറിവുണ്ട്. ഞാൻ ആ മുറിവിൽ വന്നിട്ട് അങ്ങ് തൊട്ടു, മെല്ലെ തൊട്ടിട്ടുള്ളൂ. ഞാൻ വന്നിട്ട് തൊട്ടു. എങ്ങനെ ഉണ്ടാവും? നല്ല പെയിൻ ഉണ്ടാവും, വേദന ഉണ്ടാവും അല്ലേ? പക്ഷെ ആ മുറിവ് എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മുറിവ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഡ്രസ് ചെയ്തു, ക്ലിയർ ചെയ്ത് അവസാനം മുറിവ് ഉണങ്ങി, എല്ലാം കഴിഞ്ഞു. ഇപ്പം നോർമലാണ്, സാധാരണ നെറ്റിയാണ്, ഹെൽത്തി ആയിട്ട്. അവിടെ ചെന്നിട്ട് ഞാൻ തൊട്ടു. അതായത് സിംപ്ലി ഇതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ആരെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടില്ലേ?
അതെ ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? സങ്കടവും അതെ സംഗതികളും. ഇതിൽ നിന്നാണ് ആ മുറിവാണ്, ആ മുറിവ് ഇപ്പോഴും അവിടെ ഉണങ്ങാതെ കിടക്കുകയാണ്. ഓക്കെ, അതിന് നമ്മൾ ഹീലിംഗ് ചെയ്തിട്ടില്ല, തെറാപ്പി ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജീവിച്ചങ്ങ് പോകുന്നു. അങ്ങനെ അതെ 1, 2, 3, 4 തവണയല്ല, ആ ഒരു മുറിവ് അവിടെ എപ്പോഴും അവിടെ ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. ആ ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ, കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ ആ മുറിവിൽ കൊണ്ടുപോയിട്ട് കുത്തുകയാണ്. കാരണം അത് അതെ ഏൽക്കുന്നത് ആ മുറിവിനാണ്. ആ കുട്ടി ഇപ്പോഴും സമാധാനത്തിലല്ല, അന്ന് മുതലേ വേദന അനുഭവിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പറയാറില്ല, ഇത് ഇന്ന് നിങ്ങൾ തുടങ്ങിയതല്ല, നിങ്ങൾ എന്ന് പറയും. അങ്ങനെ അതെ അതെ എന്ന് തുടങ്ങിയതാ? ആ ഡയലോഗ് ഉണ്ട്, അത് സത്യം. അന്ന് തുടങ്ങിയ സാധനമാണ്. ആ, കാലം കുറെ ഞാൻ അത് അനുഭവിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനത്തെ ഡയലോഗുകളാണ്. അപ്പൊ ഇതെന്താണ് സംഭവം? അപ്പൊ അന്ന് മുതലേ ഉണ്ട് ഈ സംഗതി. അപ്പൊ ആ മുറിവിലാണ് കുത്തുന്നത്. അപ്പൊ ആ മുറിവ് നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മുറിവില്ല. അവിടെ ചെന്ന് നിങ്ങൾ ആരെങ്കിലും ഇനി എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് ഏൽക്കൂല, കാരണം അവിടെ മുറിവില്ല. ഈ മുറിവ് ഹീൽ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നത്. ഇത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങൾ, ലൈക്ക് ആരെയും മാരീഡ് ആണോ? അല്ല അല്ല അല്ല. അല്ല. ഓക്കെ, സോ relationship, I mean, do you have a relationship? Are you in a relationship? No, no. No. Okay, fine. അപ്പം ഞാൻ working in Apollo Hospital, ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ഹോസ്പിറ്റൽ നേഴ്സ്. നേഴ്സായിട്ട് വർക്ക് ചെയ്യണോ? അതെ അതെ, ഞാൻ അപ്പോളോയിൽ അപ്പോളോയിലാണ്, ഡൽഹിയിലാണ്. അപ്പൊ പേഷ്യൻസിനോടൊക്കെ നല്ല രീതിയിലേക്ക് ഡീൽ ചെയ്യും. പേഷ്യന്റിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറത്തുള്ളൂ. പേഷ്യന്റ് ആണ്. ഇതുവരെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഇടയ്ക്കൊന്ന് സ്ട്രെസ്സിലാണ് ഞാൻ പൊട്ടിത്തിറങ്ങി. സ്ട്രെസ്സിലാകുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പൊ ചിലപ്പോൾ പേഷ്യന്റ് ചിലപ്പോൾ ഇഞ്ചക്ഷൻ കുറച്ച് ശക്തിയിൽ പോകും. എനിവേ, ഞാൻ ചുമ്മാ അതൊക്കെ ഉണ്ടാവുന്ന പാവം പേഷ്യന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ. അത് ഹീൽ ചെയ്തിട്ട് എന്ത് വെച്ചാൽ ക്ലിയർ ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിലാവുക. എനിക്ക് മെസ്സേജ് അയച്ചിരുന്നോ ഇന്ന്? അതെ അതെ സാർ, ഞാൻ രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു. യെസ്. അപ്പം എന്ത് ചെയ്യണം? ലൈക്ക് കം ടു ദ പ്രോഗ്രാം. എനിക്കതാ പറയാനുള്ളത്. 8:30 ഒരു സെഷൻ ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഡെപ്തിൽ എന്താ വെച്ചാൽ ഹീലിംഗ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കയറിക്കുക. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ലൈക്ക് നമ്മളുടെ ലൈഫിന്റെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെയിൻ ആണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശ്രീഷ്മ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന ആളാണ്. ശ്രീഷ്മ ഒന്ന് ഷെയർ ചെയ്യാവോ എക്സ്പീരിയൻസ്? ഹലോ സർ. യാ. ഓക്കെ. ഇപ്പൊ ആര്യ മാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത്, എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലേ? യാ, എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്താണ് ഓക്കെ. ശ്രീഷ്മയുടെ എക്സ്പീരിയൻസ് പറ. പ്രോഗ്രാം ചെയ്ത ആളാണല്ലോ. അതെ അതെ. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു എന്റെ മൈൻഡ് അത്രയും പോയൊരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു EFTക്ക് വന്നത്. അത് ഞാൻ വിചാരിക്കുന്നു എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. സാറിന് അറിയാൻ പറ്റും, ഞാൻ ആ EFTയിൽ ഇരിക്കുമ്പോൾ എന്റെ ഇമോഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് സാറിന് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് എന്താ പറയാ, എന്റെ കണ്ണിങ്ങനെ തുടയ്ക്കാത്തൊരു ടൈമില്ല. അങ്ങനെ അത്രയും ഇമോഷണലി ഞാൻ സേഡ് ആയിട്ടിരുന്നൊരു ടൈമില് ഞാൻ സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇന്ന് ഞാൻ അത്രയും ഹാപ്പിയാണ്. എന്റെ അടുത്ത് കാണുമ്പോ എന്നോട് സംസാരിക്കുമ്പോ എല്ലാരും പറയും, ശ്രീഷ്മ എങ്ങനെയാ ഇത്ര പോസിറ്റീവ് ആയിട്ടിരിക്കണേ, ശ്രീഷ്മ എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്റെ അടുത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി എല്ലാരും. അപ്പൊ ഞാൻ പറയാണ് എന്റെ പേഴ്സണൽ ലൈഫ് എനിക്കിപ്പോ സാറ് പറഞ്ഞ പോലെ സാറ് വെറുതെ പറയണതല്ല നമ്മുടെ അടുത്ത്, അത് ചെയ്യൂ ഇത് ചെയ്ത് നോക്കൂ മൈൻഡ് ഒന്ന് റീഡ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വെറുതെ അല്ല പറയുന്നത്. നമുക്ക് അതിന്റെ റിസൾട്ട് അത്രയും നമുക്ക് കിട്ടും എന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ എന്റെ റിസൾട്ട് ഞാൻ അത്രയും എനിക്ക് കുറെ ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു ഒരുപാട് വർക്ക്സുകള്. എനിക്കത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അതേ ടൈമിൽ എനിക്കിപ്പോ എന്റെ ഫുൾ ഷെഡ്യൂൾഡ് ആണ്. എനിക്ക് അതിൽ ഇനി ഒരു ചേഞ്ചും ഇല്ല. അത് കറക്റ്റ് ആ ടൈമിൽ എനിക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്റെ പേഴ്സണൽ വർക്ക്സ് വരെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഇപ്പൊ ചെയ്ത് എനിക്കത് കംപ്ലീറ്റ് ചെയ്തു. അത്രയും നല്ല റിസൾട്ട് എനിക്ക് EFT ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല മെന്റേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ, നല്ലൊരു ഗുരുവിനെ കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നമുക്ക് ട്രെയിനിങ്ങിനാണെങ്കിലും നമുക്ക് നല്ല പോസിറ്റീവായിട്ട് നമുക്ക് നമ്മളെ നല്ല ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റും. നമ്മളും കൂടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ അതിന്റെ കൂടെ. നമ്മളെല്ലാം എപ്പോഴും കൂടെ പോകേണ്ടത്, നമ്മളും കൂടി അതിന്റെ കൂടെ അവരെന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവാന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. വെരി ഗുഡ്. സോ ശ്രീഷ്മ, താങ്ക് യു സോ മച്ച്. ആര്യ, ഇതാണ് സംഗതി. ശമ്പളം കിട്ടുന്നുണ്ട്, ജോലിയുണ്ട്, കുറച്ച് ക്യാഷ് മാറ്റി വെക്ക്, കം ടു ദ പ്രോഗ്രാം, ചേഞ്ച് യുവർ ലൈഫ്. എല്ലാം നമുക്ക് ക്ലിയർ ആക്കാം. ഇന്ന് തന്നെ വന്നോളൂ. കാരണം ഇന്ന് ആരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത്രയ്ക്കും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മെസ്സേജ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. വലിയ പെയിനിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്കറിയാം.
ഇപ്പം ഡാനിഷ് ബ്രോ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞു ലൈക്ക് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് അറിയാം ആ സിറ്റുവേഷനിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയത്. ഞാൻ പറഞ്ഞല്ലോ ലൈക്കിനോ നമ്മൾ കടന്നു പോകുന്ന നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലെത്തും അല്ലേ. ലൈക്കിനോ അത് ഡാനിഷ് ബ്രോ പറഞ്ഞു രാവിലെ ഒരു എനർജി ഇല്ല. എന്താ കാര്യം? നമുക്ക് വല്ലാണ്ട് ദേഷ്യവും പെയിനിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. ആര്യ ഐ അണ്ടർസ്റ്റാൻഡ് യു ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. വറീഡ് ആവണ്ട. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, സൊല്യൂഷൻ ഉണ്ട്. ഗെറ്റ് ദ ഹെൽപ്പ്. രമേഷ് ബ്രോ എവിടെന്നെങ്കിലും ക്യാഷ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. അറേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ഗെറ്റ് ദ സൊല്യൂഷൻ, ഹെൽപ്പ് ക്ലിയർ ചെയ്യുക. നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു പ്യുവർ ബ്യൂട്ടിഫുൾ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ബ്ലിസ്സിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിന് നമുക്ക് സാധിക്കട്ടെ. നിങ്ങളിപ്പം നിൽക്കുന്നത് ചിലപ്പോൾ വലിയൊരു കുഴിയിലായിരിക്കും. ഞാൻ 100% കോൺഫിഡൻറ്റോട് കൂടി പറയുന്നു, അതിൽ നിന്ന് ഞാൻ നിങ്ങളെ എടുത്തിട്ട് എന്ത് ചെയ്യാം, പുറത്തേക്ക് വെക്കാം. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന പരിപാടിയല്ല, മൈ എൻറ്റയർ ടീം. ലൈക്ക് ദ ടീം ഈസ് ലൈക്ക് വർക്കിംഗ് ലൈക്ക് എനിത്തിങ്. ഞാൻ ആകെ ക്ലാസ് എടുക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എടുക്കുന്ന ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് ഒരാളെ അസൈൻ ചെയ്തിരുന്നുണ്ട്, ഹീലർ. അവർ നിങ്ങളെ ശരിക്കും ഹീൽ ചെയ്ത് ഈ മുറിവ് ഉണക്കി ക്ലിയർ ആക്കി തരും. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് യു ടു ഡു. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് ജേണിയാണ്. വൺസ് നിങ്ങൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങൾ നമ്മുടെ കൂടെയാണ്. ഞാൻ എന്നൊക്കെ ഈ പ്രോജക്റ്റ് കൊണ്ടുപോകുന്നു അത്രയും കാലം നിങ്ങൾ എൻ്റെ കൂടെയാണ്. സോ കം ടു ദ പ്രോഗ്രാം. യു ആർ ഇൻ എ സേഫ് ജേർണി, യു ആർ ഇൻ എ ഫാമിലി, യു കം ഹിയർ, യു ട്രാൻസ്ഫോം. ദാറ്റ്സ് വൈ ഇവരൊക്കെ പങ്കെടുത്തവരൊക്കെ ഈ മോർണിംഗ് സെഷനിൽ വീണ്ടും വരുന്നു, ക്ലാസ്സിൽ വരുന്നു, ഇന്നലത്തെ ലൈക്ക് സൺഡേ സെഷനിൽ വരുന്നു. വൈ? ബിക്കോസ് ദാറ്റ് മച്ച് യൂസ്ഫുൾ ആണ്, പവർഫുൾ ആണ്, ലൈക്ക് ഹീലിംഗ് ആണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും ഞാൻ ചെയ്യുന്ന ഇത്രയും കാലം ഞാൻ 15 വർഷത്തോളമായിട്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നു. ഹീലിങ്ങും ട്രെയിനിങ്ങും കാര്യങ്ങളും അതിലേറ്റവും ബെസ്റ്റ് വർക്കാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഹീലിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് ദിസ് ഈസ് ദി മോസ്റ്റ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻഡ് ഹ്യൂമൻ സഫറിങ്, മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, വിഷമങ്ങൾ, അത് അവസാനിപ്പിക്കുക. അവൻ്റെ ഒരു ദുരിതം അവസാനിപ്പിക്കുക, പെയിൻ അവസാനിപ്പിക്കുക. Because I was also I had gone through a lot of pain and I came to that. ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ് സാർ. എങ്ങനെ? ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. ആരും മിസ് ഔട്ട് ചെയ്യരുത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സംസാരത്തിലാണെന്നുണ്ടെങ്കിലും എന്റെ ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിലും എന്റെ വാട്ട് എവർ എന്ത് ജോബിന്റെ കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പുതിയ നേട്ടങ്ങളാണ്. ഞാനിപ്പോ 13th സാറിനോട് പറഞ്ഞിരുന്നു ഞാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ എത്തി ഫുൾ ഹാപ്പി ആയിട്ട് സാറിന് എനിക്ക് അറ്റ് ദ മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പെഷ്യൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എവറി ഡേ. നമ്മൾ കുഴിയിൽ കിടക്കുന്നിടന്ന് കുഴിയിൽ നിന്ന് കയറി ഇങ്ങനെ ചുമ്മാ കിണറിന്റെ വക്കിൽ ആ കുഴിയുടെ വക്കിൽ നിൽക്കുകയല്ല, അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് പറക്കാണ് നമ്മുടെ ലക്ഷ്യത്തിൽ. And that's what we are going to do. You will transform, you will fly high, you will achieve, you will be totally a different person. From point എയിൽ നിന്ന് ബിയിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്, എയിൽ നിന്ന് എക്സിലേക്കാണ് കൊണ്ടുപോകുന്നത്, ലൈക്ക് ഇസഡിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. That's where we are taking. Because so come to the program and change your life. അത്രേ പറയാനുള്ളൂ. ഇത് ഞാനും ഇതേപോലെ ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഈ പെർഫോമൻസ് ഇതാണ്, എൻ്റെ വർക്കിന്റെ കാര്യം ഇതാണ്. ഞാനും ഇതേപോലെ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. സോ ഐ വാണ്ട് യു ടു ഡു ദ സെയിം. കം ടു ദ പ്രോഗ്രാം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ ലാസ്റ്റ് ചാൻസ്. ഈ ബാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഡ്വാൻസ് പ്രോഗ്രാമും റിലേഷൻഷിപ്പ് മാസ്റ്ററിയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുള്ളൂ. സോ അത്രയും കാലം മിസ് ഔട്ട് ആക്കണ്ട. ടേക്ക് ദ ഡിസിഷൻ, കം ടു ദ പ്രോഗ്രാം. ആര്യ, ഐ വാണ്ട് യു ടു ബി ഇൻ ദ പ്രോഗ്രാം. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബി ദർ. ഡ്യൂട്ടി ഉണ്ട്, ടൈമിംഗ് ഉണ്ട്, പ്രശ്നം ഒന്നും കേൾക്കണ്ട. യു ക്യാൻ. ബിക്കോസ് കാനഡയിൽ നിന്ന് രാത്രി 12 മണിക്കാണ് നിമ്മി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. I don't know, ലൈക്ക് പുലർച്ചെ 7 മണിക്ക് അങ്ങനെയൊക്കെയാണ് നിമ്മി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഡ്യൂട്ടി ടൈം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. സോ കം ടു ദ പ്രോഗ്രാം, ചേഞ്ച് യുവർ ലൈഫ്. ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ 8:30 ഒരു സെഷൻ നടക്കുന്നുണ്ട്, അതിൽ പറയാം. ഓക്കെ, സോ സി യു ടുമോറോ. ഓക്കെ, ഞാനായിരിക്കില്ല, നമ്മുടെ ടീം മെമ്പർ ഒരാൾ ക്ലാസ് എടുക്കും. പക്ഷെ അടിപൊളി ക്ലാസ് ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും. കം ടു ദ പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.